اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ആദരണീയരായ രക്ഷിതാക്കളെ, ജ്യേഷ്ഠാനുജന്മാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട ഒരു പഠനത്തിനായി ഒത്തുകൂടിയിരിക്കുന്ന നമുക്കേവർക്കും ഈ ചിലവഴിക്കുന്ന സമയം ഗുണകരമായി മാറുന്നതിനും ഈ ചിലവഴിക്കുന്ന സമയം നാളെ പരലോകത്ത് പ്രതിഫലാർഹമായി മാറുന്നതിനുമുള്ള അനുഗ്രഹം അല്ലാഹു ചെയ്തു തരുമാറാകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ ഇസ്ലാം വന്നെത്തിയത് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തു തന്നെയാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇന്ത്യയിലെ മറ്റ് ഏത് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന് ഇസ്ലാമികമായി പറഞ്ഞാൽ കുറേ സവിശേഷതകളുണ്ട്. മറ്റൊരു സംസ്ഥാനത്തും നിലവിലില്ലാത്ത ഇസ്ലാമികമായ ജാഗ്രതയും ജാഗരണവും കേരളത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. മതമെന്ത് എന്നറിയുന്ന മുസ്ലിങ്ങൾ ഇന്ത്യ മഹാരാജ്യത്ത് കേരള സംസ്ഥാനത്തിൽ മാത്രമാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ അതൊരു അതിശയോക്തിയല്ല. എന്താണ് ഇസ്ലാം എന്ന് ഒരു പരിധിവരെയെങ്കിലും അറിയുന്ന മുസ്ലിങ്ങളാണ് കേരളത്തിലുള്ളത്. എന്താണ് അതിന്റെ കാരണമെന്ന് അന്വേഷിക്കുമ്പോൾ നമുക്ക് എത്തിച്ചേരാവുന്ന നിഗമനങ്ങളിൽ ഒന്ന്, കേരളത്തിൽ വിവിധങ്ങളായ മതസംഘടനകൾ, പ്രസ്ഥാനങ്ങൾ പല നാളുകൾക്ക് മുന്നേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ സംഘടനകൾ ഇസ്ലാമിന് എത്രത്തോളം സേവനം ചെയ്തു എന്നുള്ളതല്ല ഞാൻ ഇന്നിവിടെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ എന്റെ ഈ സംഭാഷണത്തിന്റെ താല്പര്യം. നിരവധി ആശയങ്ങളും വിരുദ്ധങ്ങളായ ആശയങ്ങളും അനുകൂലിക്കുന്ന ആശയങ്ങളുമൊക്കെയായി നിരവധി സംഘടനകൾ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതിലേറ്റവും അപകടകരമായ ഒരു പ്രവണത ഇക്കാലഘട്ടത്തിൽ കാണുന്നത്, സംഘടന അല്ലെങ്കിൽ പ്രസ്ഥാനം എന്നത് നമ്മുടെ ഈ ഇന്നത്തെ സമൂഹത്തിൽ ഇസ്ലാമിനെ പ്രചരിപ്പിക്കുന്നതിനും ഇസ്ലാമിനെ മനസ്സിലാക്കുന്നതിനുമുള്ള ഒരു ഭൗതികമായ സംവിധാനം എന്നതിനപ്പുറം അതാണ് ദീൻ എന്ന് ചിന്തിക്കുന്ന ഒരു അപകടകരമായ തലത്തിലേക്ക് പുതിയ തലമുറ മാറിപ്പോകുന്നു എന്നുള്ളതാണ്. ദീൻ എവിടെ, ദീനിന്റെ താല്പര്യങ്ങൾ എന്ത് എന്ന അന്വേഷണത്തിന് പകരം സംഘടന എവിടെ, സംഘടനയുടെ താല്പര്യങ്ങൾ എന്ത് എന്ന് അന്വേഷിക്കുന്ന തലത്തിലേക്ക് മുസ്ലിം യുവത മാറിപ്പോകുന്നു എന്നുള്ളതാണ് വർത്തമാനകാല മുസ്ലിം സമൂഹം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. നമുക്കറിയാം, ലോകത്ത് ഒരുപാട് മുന്നേറ്റങ്ങൾ ഏറ്റവും ചെറിയ ചുരുങ്ങിയ സംഘങ്ങളിൽ നിന്നാണ് ഉണ്ടായി വന്നിട്ടുള്ളത്. സംഘടനകൾക്കതീതമായി ഏതെങ്കിലും ഒരു സംഘടനയുടെ ചട്ടക്കൂടിൽ ഒതുങ്ങാതെ ഇസ്ലാമിന്റെ വിശാലമായ താൽപര്യം മുൻനിർത്തി സംഘടിപ്പിക്കപ്പെടുന്ന ഇത്തരത്തിലുള്ള പരിപാടികൾ ഈ പ്രദേശത്ത് നിന്ന് കേരളമെമ്പാടും വ്യാപിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പരസ്പരം കാണുന്നത് പോലും
സഹിഷ്ണുതയോടുകൂടി ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്രമാത്രം കുടുസായി മാറിക്കൊണ്ടിരിക്കുന്ന സംഘടനാ രംഗത്ത് നിന്ന് പൊതുവിൽ ആളുകൾക്ക് ഒന്നിച്ചിരിക്കാനും ഇസ്ലാം എന്ന വിശാലമായ ഒരു ലേബലിൽ, ഒരു കുടയ്ക്കു കീഴിൽ സന്തോഷത്തോടുകൂടി ഇസ്ലാമിക വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള വേദികളിൽ അള്ളാഹുവിന്റെ അനുഗ്രഹമുണ്ടാകും എന്ന വിഷയത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിന്റെ ഉദ്ദേശശുദ്ധിയെ അള്ളാഹു വളർത്തുകയും പടർത്തുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ സൂചിപ്പിച്ചത് വളരെ നിസ്സാരമായ സംഘങ്ങളിൽ നിന്നാണ് ലോകത്തെ കിടുകിട വിറപ്പിച്ചിട്ടുള്ള പ്രസ്ഥാനങ്ങളായി പിന്നീട് പടർന്ന് പന്തലിച്ച് വിശാലമായി മാറിയിട്ടുള്ള പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അധിപരായിരുന്ന ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നൂറ്റാണ്ടുകളോളം അവർ അവരുടെ ഭരണം നടത്തി. ഇന്ത്യ മുഴുവനും അവരുടെ കാൽക്കീഴിലായിരുന്നു. എന്താണ് അതിന്റെ കാരണമെന്ന് അന്വേഷിക്കുമ്പോൾ, എന്തുകൊണ്ട് കാതങ്ങൾക്കപ്പുറമുള്ള ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നു, എന്തിനായിരുന്നു വന്നത് എന്ന് അന്വേഷിക്കുമ്പോൾ ചരിത്രം രസകരമായ ചില സംഗതികൾ നമ്മളോട് പറയുന്നുണ്ട്. വളരെ സരസമായി ചിന്തിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ലഘുവായ ചില സംഗതികൾ. ഏകദേശം 15-ാം നൂറ്റാണ്ടിന്റെ മധ്യഭാഗത്ത്, 16-ാം നൂറ്റാണ്ടോടുകൂടിയൊക്കെ ബ്രിട്ടനിൽ, ലണ്ടനിൽ നിലനിന്നിരുന്ന ഒരു വലിയ ചന്തയുണ്ടായിരുന്നു, മാർക്കറ്റ്. ലോകത്തെ വിവിധങ്ങളായ വിഭവങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ ശേഖരിച്ചു കൊണ്ടുവരുന്ന കച്ചവടക്കാർ പാശ്ചാത്യ നാടുകളിലേക്ക് അത് വിതരണം നടത്തിയിരുന്നത് ബ്രിട്ടനിലെ ഈ മാർക്കറ്റിലൂടെയായിരുന്നു, ലണ്ടൻ മാർക്കറ്റിലൂടെയായിരുന്നു. ലണ്ടൻ മാർക്കറ്റിലേക്ക് ഈ വിഭവങ്ങൾ എത്തിക്കുന്നത് ഡച്ചുകാരായ കച്ചവടക്കാരാണ്. കിഴക്കൻ രാജ്യങ്ങളിൽ നിന്ന്, ഇന്ത്യയും ബർമയും ഒക്കെ പോലെയുള്ള ഇങ്ങ് കിഴക്കൻ രാജ്യങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രകൃതി വിഭവങ്ങൾ ശേഖരിച്ച് ലണ്ടനിൽ എത്തിച്ച് ഇത് ബ്രിട്ടീഷുകാർക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷുകാർക്ക് വിൽക്കുന്നത് ഡച്ചുകാരാണ്. ഡച്ചുകാർ കുരുമുളകിന്റെയും ഏലത്തിന്റെയും വില ആരോടും ആലോചിക്കാതെ 1/2 ഷില്ലിംഗ് വർദ്ധിപ്പിച്ചു. 1/2 ഷില്ലിംഗ് അവർ വർദ്ധിപ്പിച്ചു. ഈ 1/2 ഷില്ലിംഗ് വർദ്ധിപ്പിച്ചപ്പോ ഇത് കച്ചവടക്കാർക്ക്, ലണ്ടനിലെ കച്ചവടക്കാർക്ക് പ്രയാസകരമായി തോന്നി. ഇതിപ്പോൾ അംഗീകരിച്ചു കൊടുത്താൽ നാളെ ഇതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് അവരവർക്ക് തോന്നുന്ന രൂപത്തിൽ വിപണിയിൽ വില വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ അവർ അവിടെ ഒരു പൊട്ടിപ്പൊളിഞ്ഞ ബിൽഡിംഗിന്റെ 2ാം നിലയിൽ വ്യാപാരികൾ ചേർന്നിരുന്നൊരു യോഗം കൂടി ഒരു പ്രമേയം പാസാക്കി ബ്രിട്ടീഷ് രാജ്ഞിക്ക് മുന്നിൽ സമർപ്പിച്ചു. ബ്രിട്ടീഷ് രാജ്ഞി ആ പ്രമേയത്തിന്റെ മറുപടി എന്നോണം ഒരു വലിയ തുക അവർക്ക് കൊടുത്തു. എന്തിനെന്ന് ചോദിച്ചാൽ, ഡച്ചുകാരെ ആശ്രയിച്ചു നടത്തുന്ന കച്ചവടം ഇനി മുതൽ ബ്രിട്ടീഷുകാർ നേരിട്ടു നടത്തണം. ഒരു കപ്പൽ വാങ്ങണം. ആ കപ്പലിൽ കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് നിങ്ങൾ യാത്രയാകണം. അവിടെ നിന്ന് നേരിട്ട് ചരക്ക് കിട്ടുന്ന സംവിധാനങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി വെക്കണം. അങ്ങനെ ഡച്ചുകാരെ തഴഞ്ഞ് ഒഴിവാക്കി നിങ്ങൾ കച്ചവടം ചെയ്യണം. അങ്ങനെ അവരുടെ കൂട്ടത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത 5 ആളുകൾ, ആ 5 ആളുകൾ 25 നാവികരെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു കപ്പലിൽ ഇന്ത്യ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. ശ്രമകരമായൊരു ദൗത്യത്തിന്റെ ഒരു തുടക്കമാണത്. അതാണ് പിന്നീട് ഇന്ത്യ മുഴുവനും പടർന്നു പന്തലിച്ച ബ്രിട്ടീഷ് ഭരണത്തിന്റെ കാരണമായി വർത്തിച്ചത്. ഞാനത് സൂചിപ്പിച്ചത് വളരെ നിസ്സാരമെന്ന് തോന്നുന്ന ചെറിയ ചെറിയ മുന്നേറ്റങ്ങളും അനക്കങ്ങളുമാണ് ഭാവിയിൽ തലമുറകൾ കഴിയുമ്പോൾ ലോകത്ത് വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ നമ്മുടെ ഈ വേദി, ഇസ്ലാം വിചാരവേദി എന്ന ഈ വേദിയുടെ ബർക്കത്ത് അത്തരത്തിലൊരു വലിയ ഒരു പ്രസ്ഥാനമായി മാറട്ടെ. സംഘടനകൾക്ക് അതീതമായി ഒന്നിച്ചിരിക്കാനും ചിന്തിക്കാനും പറയാനും കേൾക്കാനും കഴിയുന്ന ഒരു വേദിയായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചതിന്റെ ഒരു കാരണം കൂടി ഇതാണ്. ലോകത്ത് ഇത്രമാത്രം ചടുലമായ വിപ്ലവാത്മകമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശശുദ്ധിയുള്ള ചെറിയ ചെറിയ സംഘങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരാം. സമർപ്പിത ജീവിതം എന്നതാണ് ഏതാനും നിമിഷങ്ങൾ കൊണ്ട് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം. എന്താണ് ആർക്കു സമർപ്പിക്കേണ്ട ജീവിതം? നമുക്കറിയാം, ഇന്ന് ലോകത്തെ രാഷ്ട്ര നേതാക്കന്മാരൊക്കെയും ദക്ഷിണാഫ്രിക്കയിലാണ്. അവിടെ കഴിഞ്ഞ അരനൂറ്റാണ്ടിലധികം 3/4 നൂറ്റാണ്ടോളം
ഒരു ജനതയ്ക്ക് വേണ്ടി പോരാടിയ ഒരു രാഷ്ട്രനായകൻ മരിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു. ആദരസൂചകമായി ഒരാഴ്ച അദ്ദേഹത്തിന്റെ മൃതശരീരം ലോകത്തിന് മുന്നിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. ആദരവർപ്പിക്കുന്നവർക്ക് ആദരവർപ്പിക്കാൻ, ആദരാഞ്ജലികൾ അർപ്പിക്കുന്നവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ. മരിച്ച ഒരു മനുഷ്യന് ഭൂമിയിൽ മറ്റു മനുഷ്യർക്ക് നൽകാൻ കഴിയുന്ന പരമാവധി ആദരവിതാണ്, പരമാവധി ബഹുമാനം ഇതാണ്. ആ ബഹുമാനങ്ങളും ആദരവുകളും ഏറ്റുവാങ്ങിക്കൊണ്ട് ആ മൃതശരീരം മോർച്ചറിയിൽ ആളുകളെയും കാത്തു കിടക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾ കൂടി കഴിഞ്ഞാൽ അത് അഴുകി മണ്ണോട് മണ്ണായി തീരും. ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ആ മൃതശരീരത്തിന്റെ മാംസങ്ങളൊക്കെയും നശിച്ചൊടുങ്ങും. ഒരു ലോകം മുഴുവനും താരാരാധനയോടുകൂടി കൊണ്ടു നടന്നൊരു ശരീരം, ലോകത്തെ രാഷ്ട്ര നേതാക്കന്മാർ മുഴുവനും കുമ്പിട്ട് ആദരിച്ച ഒരു ശരീരം ഏതാനും വർഷങ്ങൾ കൂടി കഴിഞ്ഞാൽ എല്ലുകൾ പോലും ഭൂമിയിൽ ബാക്കിയാകാതെ മണ്ണോട് മണ്ണായിത്തീരും. ആ മനുഷ്യൻ ഈ ഭൂമിയിലെ മനുഷ്യർക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചത് കൊണ്ടുള്ള ആദരവാണിത്. ഈ ഭൂമിയിലെ മനുഷ്യർക്ക് വേണ്ടിയാണ് ആ രാഷ്ട്ര നേതാവ് ജീവിതം സമർപ്പിച്ചത്. വിശുദ്ധ ഖുർആൻ മനുഷ്യരോട് പറയുന്നത്, ഈ ഭൂമിയിൽ അവസാനിക്കാത്ത ആദരവ് അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി കാത്തുവച്ചിരിക്കുന്നു. ഈ ഭൂമിയിലെ മനുഷ്യർക്ക് നൽകാൻ കഴിയുന്ന പരമാവധി ആദരവിനെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇതിനേക്കാളൊക്കെ അപ്പുറം ഒരിക്കലും നിലയ്ക്കാത്ത ആദരവുമായി അള്ളാഹു കാത്തു നിൽക്കുന്നു. ആർക്കു വേണ്ടി? അള്ളാഹുവിന്റെ മുന്നിലേക്ക്, രക്ഷിതാവിന്റെ മുന്നിലേക്ക് ജീവിതം സമർപ്പിച്ച മനുഷ്യർക്കു വേണ്ടി. ആരാണ് ആ മനുഷ്യർ? അവരെയാണ് മുസ്ലിങ്ങൾ എന്ന് വിളിക്കുന്നത്. അവരുടെ പേരാണ് മുസ്ലിങ്ങൾ. രക്ഷിതാവിന്റെ മുന്നിലേക്ക് ജീവിതം സമർപ്പിച്ചവർ. ആ അർത്ഥത്തിൽ പരിശോധിക്കുമ്പോൾ ഞാനും നിങ്ങളും, എന്റെയും നിങ്ങളുടെയും നെഞ്ചിനു നേരെ വിരൽ ചൂണ്ടി ചോദിക്കേണ്ടതുണ്ട്, ഞാനും നിങ്ങളും എത്ര ശതമാനം മുസ്ലിങ്ങളാണ് എന്ന്. ഇസ്ലാമിന് ചില ശതമാനക്കണക്കുകളുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫീ സിൽമി ഖാഫ. വിശുദ്ധ ഖുർആൻ വിളിക്കുന്നത് അങ്ങനെയാണ്. സത്യവിശ്വാസികളാണ് എന്ന് സ്വയം പറയുന്ന, നാഴികയ്ക്ക് 40 വട്ടം അഭിമാനിക്കുന്ന, അഹങ്കരിക്കുന്ന വിശ്വാസികളെ, നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായി വരണം. 100% ഇസ്ലാമിലേക്ക് നിങ്ങൾ കടന്നു വരണം. ഖുർആന്റെ വിളിയാണ്. അപ്പോ ഇസ്ലാമിന് ചില ശതമാനക്കണക്കുകളുണ്ട്. എത്ര ശതമാനം മുസ്ലിങ്ങളാണ് നമ്മളെന്ന് മറ്റാരുമല്ല വിചാരണ ചെയ്യേണ്ടുന്നത്. നമ്മളാണ് നമ്മുടെ വിചാരണ ചെയ്യേണ്ടുന്നത്. അങ്ങനെയാണ് വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യകളും നമ്മളോട് കൽപ്പിക്കുന്നത്. രക്ഷിതാവിന് വേണ്ടി ജീവിതം സമർപ്പിക്കണം എന്നാണ് ഖുർആൻ ആഹ്വാനം ചെയ്യുന്നത്. വിശുദ്ധ ഖുർആൻ സമർപ്പണത്തിനായി പ്രയോഗിച്ചിരിക്കുന്ന പദം ഇസ്ലാം എന്നാണ്. ഇസ്ലാം എന്നാണ്. സമർപ്പണത്തിനായി ഖുർആൻ പ്രയോഗിച്ചിരിക്കുന്ന പദം ഇസ്ലാം എന്നാണ്. വിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബിയോട് സമർപ്പണത്തിന് സന്നദ്ധമാകണമെന്ന് അള്ളാഹു കൽപ്പിച്ചത് അസ്ലിം എന്നാണ്. സമർപ്പണത്തിന് നീ സന്നദ്ധമാകണമെന്നാണ്. അങ്ങനെ സമർപ്പണത്തിന് സന്നദ്ധമാകുന്ന ആളുകളാണ് മുസ്ലിങ്ങൾ. ഞാനും നിങ്ങളും മുസ്ലിങ്ങളാകണമെങ്കിൽ എന്റെയും നിങ്ങളുടെയും ജീവിതം അള്ളാഹുവിന് സമർപ്പിക്കാൻ നമ്മൾ സന്നദ്ധമാകണം. എന്താണ് അള്ളാഹുവിന് സമർപ്പിക്കേണ്ടുന്നത്? ജീവിതം സമർപ്പിക്കണമെന്ന് പറയുമ്പോൾ എന്താണ് സമർപ്പിക്കേണ്ടുന്നത് ജീവിതത്തിലെ? ഖുർആൻ അങ്ങനെ പറയുന്നേയില്ല. എന്താണ് നിങ്ങൾ സമർപ്പിക്കേണ്ടത് എന്ന് ഖുർആൻ അക്കമിട്ട് എണ്ണമിട്ട് പറയുന്നില്ല. മറിച്ച് ഖുർആൻ പറയുന്നത്, എന്താണോ നിങ്ങളിലേക്ക് അള്ളാഹു നൽകിയിരിക്കുന്നത് അത് അള്ളാഹുവിലേക്ക് നിങ്ങൾ സമർപ്പിക്കണം. ഓരോ വ്യക്തിക്കും നൽകിയിരിക്കുന്ന ശേഷിയും കഴിവുകളും വ്യത്യസ്തമാണ്. ഓരോ മനുഷ്യർക്കും നൽകിയിരിക്കുന്ന വാസനകൾ വ്യത്യസ്തമാണ്. ഓരോ മനുഷ്യനും നൽകിയിരിക്കുന്ന പ്രത്യേകതകൾ വ്യത്യസ്തമാണ്. ആ വാസനകളും കഴിവുകളും ശേഷികളും പ്രത്യേകതകളും അള്ളാഹുവിന്റെ മുന്നിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കുമ്പോഴാണ് എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ ഞാനും നിങ്ങളും മുസ്ലിങ്ങളായി മാറുന്നത്. ഒരു മനുഷ്യൻ, ആണായി പിറക്കുന്ന ഒരു മനുഷ്യൻ, അവന്റെ ആണത്വം എന്നത് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് സമർപ്പിക്കാൻ സന്നദ്ധമാകണം. അപ്പോൾ അവന്റെ ആണത്വത്തിൽ അവൻ മുസ്ലിമായി മാറിയിരിക്കുന്നു. ഒരു സ്ത്രീയായി പിറക്കുന്ന ഒരു പെണ്ണ്, സ്ത്രീത്വം എന്നത് അള്ളാഹുവിന് സമർപ്പിക്കണം. ആ സ്ത്രീത്വം എന്നത് എങ്ങനെയാണ് അള്ളാഹുവിന് സമർപ്പിക്കേണ്ടത്? അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലും ആ സ്ത്രീത്വത്തെ ചരിപ്പിക്കുമ്പോ അത് അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക്, സമർപ്പണത്തിലേക്കാകുന്നു, മുസ്ലിമായി മാറുന്നു. ഒരു മാതാവ് മുസ്ലിമായ മാതാവാണ് എന്ന് പറയണമെങ്കിൽ മാതൃത്വത്തെ അള്ളാഹുവിന് സമർപ്പിക്കണം. മാതൃത്വത്തിന്റെ മുഴുവൻ ഘടകങ്ങളും അള്ളാഹുവിന്റെ തൃപ്തിക്കും പൊരുത്തത്തിനും വേണ്ടി മാറ്റിവെക്കുമ്പോ
മാതൃത്വം മുസ്ലിമായി മാറുന്നു, സമർപ്പിക്കുന്നു. അതേ രൂപത്തിൽ ഒരു പിതാവാകട്ടെ, ഒരു പ്രഭാഷകനാകട്ടെ, ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ അവന്റെ ആരോഗ്യത്തെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് തിരിച്ചുവിട്ടില്ല എങ്കിൽ അവന്റെ ആരോഗ്യം മുസ്ലിമായിട്ടില്ല, അവന്റെ ആരോഗ്യത്തെ മുസ്ലിമാക്കിയില്ല. നമ്മളൊക്കെ കരുതുന്നത് പോലെ ചില ഇബാദത്തുകളും ചില കർമ്മങ്ങളും ചില അനുഷ്ഠാനങ്ങളും കൊണ്ട് മാത്രം സമ്പൂർണമായി മുസ്ലിമായി എന്ന് നമുക്ക് വാദിക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ കണക്ക് പുസ്തകത്തിൽ അങ്ങനെ ഒരു പരിഗണനയും നമുക്ക് ലഭിക്കില്ല. എനിക്ക് ലഭിച്ചിരിക്കുന്ന എന്തൊക്കെയാണ് എന്നതിനെ വെച്ചായിരിക്കും അള്ളാഹു എന്റെ വിചാരണ ചെയ്യുന്നത്. എല്ലാ മനുഷ്യരുടെയും വിചാരണ ഒരൊറ്റ സഫിലല്ല എന്ന് ഖുർആൻ പറയുന്നതിന്റെ താല്പര്യം അതാണ്. വേറെ വേറെയാണ് വിചാരണ എന്ന് പറയുമ്പോ എനിക്ക് ലഭിച്ചിരിക്കുന്ന ഗുണങ്ങൾ, എന്റെ സൗന്ദര്യം പോലും അള്ളാഹു വിചാരണ ചെയ്യുമെന്ന. സുന്ദരനായ ഒരാളിനെ വിചാരണ ചെയ്യുന്നത് സൗന്ദര്യം കുറഞ്ഞൊരാളിനെ വിചാരണ ചെയ്യുന്ന രൂപത്തിലായിരിക്കില്ല. അവന്റെ സൗന്ദര്യം കൊണ്ട് അവൻ ദീനിലേക്ക് എന്ത് സമർപ്പിച്ചു എന്ന നമുക്ക് ആലോചിക്കുമ്പോ രസകരമായി തോന്നും. ദീനിനു വേണ്ടി സൗന്ദര്യം സമർപ്പിക്കാൻ പറ്റുമോ എന്ന്. പറ്റും പ്രിയമുള്ളവരെ. എന്റെ സംഭാഷണ മധ്യേ ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കാം. സൗന്ദര്യം ഇസ്ലാമിന് വേണ്ടി സമർപ്പിച്ച ആളുകൾ, അവരുടെ സൗന്ദര്യത്തെ മുസ്ലിമാക്കിയെടുത്ത ആളുകൾ, അള്ളാഹു നൽകിയിരിക്കുന്ന ശേഷികളും കഴിവുകളും സമ്പൂർണമായി നമ്മൾ മുസ്ലിമാക്കി മാറ്റണം. അതിനെയൊക്കെ നമ്മൾ ഇസ്ലാമികവൽക്കരിക്കണം. കൗശലമായ ബുദ്ധിയുള്ള ഒരാൾ, അയാളുടെ ബുദ്ധി കൗശലത്തെ ചോദ്യം ചെയ്യപ്പെടും. എന്താണ് ആ ബുദ്ധി കൗശലം കൊണ്ട് ഇസ്ലാമിന് വേണ്ടി സമർപ്പിച്ചത് എന്ന്, അള്ളാഹുവിന്റെ മുന്നിലേക്ക് സമർപ്പിച്ചത് എന്ത് എന്ന് ചോദ്യം ചെയ്യപ്പെടും. സമ്പന്നനെ ചോദ്യം ചെയ്യപ്പെടും. ആ സമ്പത്ത് കൊണ്ട് എങ്ങനെ അയാൾ സമ്പത്തിനെ മുസ്ലിമാക്കിയെടുത്തു, എന്താണ് അള്ളാഹുവിന്റെ മുന്നിലേക്ക് സമർപ്പിച്ചത്. ഒരു സംഘാടകൻ ചോദ്യം ചെയ്യപ്പെടും. സംഘടിപ്പിക്കാനുള്ള കഴിവും ശേഷിയും ഉണ്ടായിട്ട് ഇസ്ലാമിന് വേണ്ടി എന്താണ് നീ ചെയ്തത് എന്ന് ചോദിക്കുമ്പോ ഉത്തരം പറയാൻ സംഘാടകന്റെ പക്കൽ ഉത്തരമുണ്ടാകണം. പ്രിയമുള്ളവരെ, ഒരു എഴുത്തുകാരൻ എഴുതാൻ ശേഷിയുള്ളവനാണെങ്കിൽ അവൻ പലതിനെക്കുറിച്ചും എഴുതുമ്പോ ഇസ്ലാമിനെ കുറിച്ച് എന്തെഴുതി എന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കാനുള്ള ഉത്തരം അയാളുടെ പക്കൽ ഉണ്ടാകണം. ആ എഴുത്തിനെ ഇസ്ലാമികവൽക്കരിക്കേണ്ടതുണ്ട്, മുസ്ലിമാക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു അനുരഞ്ജനം നടത്താൻ കഴിയുള്ള ഒരാളുണ്ടെങ്കിൽ, രണ്ടാളുകൾ തമ്മിൽ വഴക്കടിക്കുമ്പോ ആ വഴക്കിനെ അനുരഞ്ജനപ്പെടുത്താൻ കഴിയുള്ള ആളുണ്ടെങ്കിൽ, അതുകൂടി അള്ളാഹുവിന്റെ മുന്നിൽ സമാധാനം നമ്മൾ ബോധിപ്പിക്കേണ്ടി വരുന്ന വിഷയമാണ്. ഞാൻ സൂചിപ്പിച്ചത് ഏതൊക്കെ അനുഗ്രഹങ്ങളാണോ, ഏതൊക്കെ സവിശേഷതകളാണോ ഓരോ വ്യക്തിക്കും അള്ളാഹു നൽകിയിരിക്കുന്നത്, അതൊക്കെ അള്ളാഹുവിന്റെ അടുത്ത് നാളെ ചോദ്യം ചെയ്യപ്പെടുമെന്ന. അതിനെയൊക്കെ ഇസ്ലാമികവൽക്കരിക്കുമ്പോഴാണ്, അള്ളാഹുവിന്റെ അടുത്തേക്ക് സമർപ്പിക്കുമ്പോഴാണ് സമ്പൂർണമായും മുസ്ലിമായി ഞാനും നിങ്ങളും മാറുന്നത്. ഇനി ഇതൊക്കെ നമ്മൾ പറഞ്ഞത് പോസിറ്റീവ് വിഷയങ്ങളാണ്. ഇതിനൊക്കെ ചില നെഗറ്റീവുകളുണ്ട്. സമ്പന്നൻ എന്ന് പറയുമ്പോ ദരിദ്രനുണ്ട്. ആ ദാരിദ്ര്യവും അള്ളാഹുവിന്റെ മുന്നിലേക്ക് സമർപ്പിക്കേണ്ടതുണ്ട്. ദാരിദ്ര്യം നൽകുന്നത് അള്ളാഹുവാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം നിർബന്ധമായും അവന്റെ ദാരിദ്ര്യത്തെയും അള്ളാഹുവിന്റെ മുന്നിലേക്ക് ഇറക്കി വെക്കേണ്ടതുണ്ട്. രോഗം നൽകുന്നത് അള്ളാഹുവാണെന്ന് വിശ്വസിക്കുന്ന മുസ്ലിം ആ രോഗത്തെ സമ്പൂർണമായും അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിക്കേണ്ടതുണ്ട്. അതാണ് ആ രോഗത്തിന്റെ സമർപ്പണം. അങ്ങനെ നോക്കുമ്പോ നെഗറ്റീവാകട്ടെ പോസിറ്റീവാകട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ ഗുണങ്ങൾ ഉണ്ടാകട്ടെ അതല്ലെങ്കിൽ ന്യൂനതകൾ ഉണ്ടാകട്ടെ, അതിനെ മുഴുവനും അള്ളാഹുവിന്റെ മുന്നിലേക്ക്, അവന്റെ സന്നിധിയിലേക്ക് ഭരമേൽപ്പിക്കുവാനും സമർപ്പിക്കുവാനും സാധിക്കുമ്പോഴാണ് അതൊക്കെ മുസ്ലിങ്ങളായി മാറിയെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, സമർപ്പണത്തിന് സന്നദ്ധമാകാത്ത ചില ആളുകളുടെ ഉദാഹരണം വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. സമർപ്പണത്തിനായി വിളിച്ചിട്ട് സമർപ്പണത്തിന് സന്നദ്ധമല്ലാതെ മാറി നിന്ന ചില ആളുകൾ, അവരെ കുറിച്ച് പറയുമ്പോൾ ഒന്നാമതായി ഖുർആൻ പറയുന്നത് ബനു ഇസ്രായേലരുടെ ചരിത്രമാണ്. ആരായിരുന്നു ബനു ഇസ്രായേലിയർ? ബനു ഇസ്രായേലിയർ എന്നത് ഒരു വലിയ ജനവിഭാഗമാണ്. നിരവധി പ്രവാചകന്മാർ കടന്നുപോയ ജനവിഭാഗമാണ്. ഒട്ടനവധി പ്രവാചകന്മാർ കടന്നുപോയി. അള്ളാഹുവിന്റെ അനുഗ്രഹം ഒരുപാട് ലഭിച്ച ഒരു ജനവിഭാഗം. അവർ അള്ളാഹുവിന്റെ പ്രവാചകന്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് സമർപ്പണത്തിന് സന്നദ്ധമായില്ല. സമർപ്പണത്തിന് സന്നദ്ധമാകാത്തത് കൊണ്ട് എന്ത് സംഭവിച്ചു അവർക്ക്? അവരുടെ കാര്യമാണ് വിശുദ്ധ ഖുർആനിലെ മിക്കവാറും എല്ലാ സൂറത്തുകളിലുമായി പരന്നുകിടക്കുന്ന ഒരു വലിയ ചരിത്രം. അവരുടെ ചരിത്രമാണ് ഖുർആൻ ഏറ്റവും അധികമായി പറഞ്ഞത്. അവരെ സംബന്ധിച്ച ഉപമകളാണ് ഖുർആൻ ഏറ്റവും അധികമായി പറഞ്ഞത്. എന്തിന്? ഒരിക്കലും നിങ്ങൾ അവരെ പോലെ ആകാൻ പാടില്ല. അവർക്ക് സംഭവിച്ച ഗതി നിങ്ങൾക്ക് സംഭവിക്കാൻ പാടില്ല. അവർക്ക് ലഭിച്ച അള്ളാഹുവിന്റെ ശാപം ഒരിക്കലും നിങ്ങൾക്ക് ലഭിക്കാൻ പാടില്ല. അത് ഓർമ്മപ്പെടുത്തുവാനാണ് ഖുർആനിൽ ഇടയ്ക്കിടയ്ക്ക്
പല സൂറത്തുകളിലും പല ആയത്തുകളിലുമായി ചരിത്രങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട്, ഉപമകൾ പറഞ്ഞുകൊണ്ട്, അങ്ങനെ പല രൂപത്തിൽ ഖുർആൻ നമ്മുടെ മുന്നിലേക്ക് ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ വെക്കുന്നത് ഒരിക്കലും ആ രൂപത്തിലേക്ക് മുസ്ലിങ്ങളെ നിങ്ങളായി പോകരുത് എന്നുള്ളത് കൊണ്ടാണ്. വിശുദ്ധ ഖുർആനിൽ ഒരായത്ത് ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. ഖാലു യാ മൂസ ഇല്ലൻ നദ്ഖുലഹാ അബദൻ മാ ദാമു ഫീഹാ ഫദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്നഹാ ഹുനാ ഖാഇദൂൻ. വിശുദ്ധ ഖുർആൻ പറയുന്നു, പ്രവാചകൻ മൂസ അലൈഹിസ്സലാം ബനു ഇസ്രായേലിയരെ ഒരു ശ്രമകരമായ ദൗത്യത്തിന് വിളിക്കുകയാണ്. അവരെ ഫിർഔൻ എന്ന കിരാതനായ ഒരു ഭരണാധികാരിയുടെ ശിക്ഷയിൽ നിന്ന്, അഥവാ ക്രൂരമായ ഭരണത്തിൽ നിന്ന് മോചിപ്പിച്ച് അവരെയുമായി അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ഭൂമിയിലേക്ക് പോവുകയാണ്. പോകുന്ന മധ്യേ ഒരിടത്ത് വിശ്രമിക്കുന്നു. അവർക്ക് വിശക്കുമ്പോ അത്ഭുതകരമായ രൂപത്തിൽ ആകാശത്ത് നിന്ന് മന്നയും സൽവയും ഇറക്കി കൊടുക്കുന്നു. അത്ഭുതം അവരുടെ കണ്ണുകളിൽ അതിശയോക്തി വിടർത്തുന്ന രൂപത്തിൽ പാറക്കെട്ടുകളിൽ നിന്ന് വെള്ളച്ചാലുകൾ, നീരുറവകൾ ഒഴുക്കി അവരുടെ ദാഹത്തെ ശമിപ്പിക്കുന്നു. ഇതൊക്കെ ചെയ്തതിനു ശേഷം മൂസാ നബി അലൈഹിസ്സലാം അവരോട് പറയുന്നത്, ഇന്നാട്ടിൽ ആളുകൾക്ക് സ്വൈര്യമായി ജീവിക്കാൻ കഴിയാതെ ഒരു സംവിധാനമുണ്ട്. എന്താണത്? ഇവിടുത്തെ ഭരണാധികാരികൾ ക്രൂരന്മാരാണ്, ആളുകളുടെ അവകാശം നിഷേധിക്കുന്നവരാണ്, ആളുകളെ പരിഗണിക്കാത്തവരാണ്, പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നവരാണ്, മറ്റുള്ളവരുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നവരാണ്. അങ്ങനെ തുടങ്ങി ഒരുപാട് ന്യൂനതകളും പോരായ്മകളുമുള്ള അക്രമികളായ ഇന്നാട്ടിലെ ഭരണാധികാരികളെ തുരത്തി ഓടിക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കണം. അള്ളാഹുവിന്റെ കൽപ്പനയാണിത്. അപ്പോ അവർ പറഞ്ഞ മറുപടിയാണ് ഖുർആൻ ഇങ്ങനെ പറയുന്നത്, ഫഖാതിൽ ഇന്നഹാ ഹുനാ ഖാഇദൂൻ. അവർ പറഞ്ഞത്, ഫദ്ഹബ് അൻത വറബ്ബുക ഫഖാതിൽ. മൂസ, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തു കൊള്ളുക. ഞങ്ങൾ ക്ഷീണിതരാണ്, ഞങ്ങളൊന്ന് വിശ്രമിക്കാം, ഞങ്ങൾക്ക് ഒരുപാട് ഉത്തരവാദിത്വങ്ങളുണ്ട്, ഞങ്ങൾക്ക് കുടുംബത്തോട് ചില ബാധ്യതകൾ നിർവഹിക്കാനുണ്ട്. അങ്ങനെ തന്നെ അവർ പറയുന്നത് പിന്നീട് നമുക്ക് വായിക്കാൻ സാധിക്കും. ഒരുപാട് കെട്ടുപാടുകളിൽ ഞങ്ങൾ കുടുങ്ങിക്കിടക്കുന്നവരാണ്. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം നീ വിളിക്കുന്ന ഈ മാർഗത്തിലേക്ക് വരാൻ ഞങ്ങൾക്ക് നിർവാഹമില്ല. അതുകൊണ്ട് നീയും നിന്റെ റബ്ബും യുദ്ധം ചെയ്യാനായി പോവുക, ഞങ്ങളൊന്ന് വിശ്രമിച്ചോട്ടെ എന്ന്. പ്രിയമുള്ളവരെ, ആ സമുദായത്തിന് എന്തു പറ്റി എന്നാണ് ഖുർആൻ പിന്നീട് വിശദീകരിക്കുന്നത്. അവരെ അള്ളാഹു നിന്ദ്യരാക്കി, അവരെ നികിഷ്ടരാക്കി. ഒരു ശത്രു ആക്രമിക്കാൻ വരുമ്പോൾ പ്രതിരോധിക്കാൻ പോലും കഴിയാത്തത്ര വണ്ണം ദുർബലരായി മാറിപ്പോയി അവർ. അവരുടെ ഇടയിൽ അന്തഛിദ്രതകളുണ്ടായി, ഭിന്നതകളുണ്ടായി, പരസ്പരം തർക്കിച്ചും കലഹിച്ചും കാലം കഴിച്ചു. അവരുടെ ശത്രുക്കൾ തീമഴ പോലെ അവർക്ക് മീതെ പെയ്തിറങ്ങി. അവർ ആരാധിച്ചുകൊണ്ടിരുന്ന അവരുടെ ആരാധനാലയം അവരുടെ കൺമുന്നിൽ വെച്ച് തച്ചു തകർത്ത് തരിപ്പണമാക്കി. ഒരു ചെറുവിരല് പോലും ഉയർത്തി പ്രതിഷേധിക്കാൻ കഴിയാത്ത വണ്ണം ദുർബലരായി മാറിപ്പോയിരുന്നു അവർ. അവരുടെ ചരിത്രമാണ് ഖുർആൻ പറയുന്നത്. അവരോട് അവസാനമായി അള്ളാഹു പറയുന്നത്, ഇഹ്ബിതു മിസ്റൻ ഫഇന്ന ലക്കും മാ സഅൽതും. നിങ്ങൾ എന്താണോ ചോദിച്ചുകൊണ്ടിരുന്നത്, നിങ്ങളുടെ മനസ്സെന്താണോ തേടിക്കൊണ്ടിരുന്നത്, അത് നിങ്ങൾക്കിതാ തരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങളിനി ഇറങ്ങിപ്പോവുക. എന്തേ കാരണം? പ്രവാചകൻ കൽപ്പിച്ചതനുസരിച്ച് അവരുടെ ജീവിതത്തെ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ അവർ തയ്യാറായില്ല. അവർ ആരാധനകൾ നിർവഹിക്കുന്നവരായിരുന്നു, അവർ അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്നവരായിരുന്നു. പക്ഷേ ജീവിതത്തെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് തിരിച്ചുവിടാൻ അവർ സന്നദ്ധരായില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ ശാപമുണ്ടായി അവരിലേക്ക്. നമുക്കറിയാം, കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ മധ്യകാലഘട്ടം വരെ ജൂതന്മാർ, ബനു ഇസ്രായേലിയർ ലോകത്തൊരു രാഷ്ട്രം പോലുമില്ലാതെ നെട്ടോട്ടമോടുകയായിരുന്നു. ആരാലും പരിരക്ഷിക്കപ്പെടാനില്ലാതെ. അവരുടെ പേര് പറയുമ്പോൾ തന്നെ ആളുകൾക്ക് പുച്ഛവും പരിഹാസവുമാണ്. നികിഷ്ടമായ എന്തൊക്കെയോ ചില വസ്തുക്കളെ കാണുന്നത് പോലെയാണ് ജൂതന്മാരെ പരിഗണിച്ചിരുന്നത്. ആ രൂപത്തിലേക്ക് അവർ അധപ്പതിച്ചതിന്റെ കാരണം ഖുർആൻ പറയുന്നത് അള്ളാഹുവിന്റെ ശാപമാണ് എന്നാണ്. ആ ബനു ഇസ്രായേലിന്റെ ചരിത്രമെടുത്ത് മുന്നിൽ വെച്ചിട്ടാണ് അള്ളാഹു പറയുന്നത്, നിങ്ങൾ ഒരിക്കലും ഇവരെ പോലെ ആകരുത്. അതിന് പ്രത്യുപകാരം കാണിക്കാതെ, നന്ദി കാണിക്കാതെ, തൻകാര്യം നോക്കി ജീവിച്ച, തങ്ങളുടെ കുടുംബകാര്യങ്ങളും തങ്ങളുടെ കച്ചവടവും തങ്ങളുടെ ദുനിയാവിന്റെ താല്പര്യങ്ങളും മാത്രം സംരക്ഷിച്ചു ജീവിച്ച ബനു ഇസ്രായേലിക്ക് സംഭവിച്ച ഗതിയാണ്. അവരെ അള്ളാഹു കൈയൊഴിഞ്ഞു. അവരുടെ ഇടയിലേക്ക് അനുഗ്രഹങ്ങൾ പിന്നീട് പെയ്തില്ല, ശിക്ഷകൾ മാത്രമായി. അവർ മറ്റ് ജനവിഭാഗങ്ങൾ ആക്രമിക്കുമ്പോൾ പോലും പ്രതിരോധിക്കാൻ കഴിയാത്ത അത്രവണ്ണം ദുർബലരായി മാറിപ്പോയി.
അവരെക്കുറിച്ച് അള്ളാഹു പറയുന്നത് വദുരിബത്ത് അലൈഹിമു ദില്ലത്തു വൽ മസ്കന വബാഗു ബിഗളബി മിനല്ലാഹ്. അള്ളാഹുവിനെ കൈയൊഴിഞ്ഞതുകൊണ്ട്, സമർപ്പണത്തിന് സന്നദ്ധമല്ലാത്തത് കൊണ്ട്, ഇസ്ലാമിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അവർ തയ്യാറല്ലാതിരുന്നത് കൊണ്ട്, അവർ അവരുടേതായ മാത്രം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവരായതുകൊണ്ട് അള്ളാഹു അവരെ കൈയൊഴിഞ്ഞു. അള്ളാഹു കൈയൊഴിഞ്ഞൊരു സമുദായം ഭൂമിയിൽ എത്രമാത്രം മിടുക്കന്മാരായിരുന്നാലും, എത്രമാത്രം ശേഷിയുള്ളവരായിരുന്നാലും അവരുടെ കുടുംബങ്ങളിൽ പോലും ഛിദ്രതയുണ്ടായി പോകുമെന്ന, പ്രതിരോധിക്കാൻ കഴിയാത്ത അത്രവണ്ണം ദുർബലരായി പോകും. ആളെണ്ണം എത്രയുണ്ടെങ്കിലും ആ ആളെണ്ണം ഗുണം ചെയ്യാത്ത രൂപത്തിൽ ശൈഥില്യം അവരെ ബാധിക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ അങ്ങനെ തന്നെയാണ് പറയുന്നത്. എത്രമാത്രം ആളുകളുണ്ടെങ്കിൽ പോലും അവരുടെ പുതിയ തലമുറകൾ പോലും ശിഥിലീകരിക്കപ്പെട്ടവരായി മാറിപ്പോകും, പ്രതിരോധിക്കാൻ കഴിയാത്ത ദുർബലരായി പോകും. അവരപ്പോഴും ബനൂ ഇസ്രായേൽ അപ്പോഴും അവരുടെ പ്രവാചകനെ സ്നേഹിച്ചിരുന്നു. മൂസാ നബിയെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. അവരുടെ വേദഗ്രന്ഥമായ തൗറാത്തിനെ നെഞ്ചോട് ചേർത്തു പിടിച്ചാണ് അവർ ജീവിച്ചത്. അവരുടെ ആരാധനകളിൽ കണിശത പുലർത്തുന്നവരായിരുന്നു അവർ. അത് തെറ്റിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. ഇതൊക്കെയാണെങ്കിലും ആ ആരാധനകൾ കൊണ്ട്, ആ ദേവാലയം കൊണ്ട്, ആ വിശുദ്ധമായ വേദഗ്രന്ഥം കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന മാറ്റങ്ങൾ അവർ ഉണ്ടാക്കിയില്ല. അവരത് പരിഗണിച്ചതേയില്ല. ആന്തരിക സത്തയെ ഉൾക്കൊള്ളാതെ മതത്തിന്റെ പുറംമോടികളിൽ മാത്രം ജീവിക്കുന്നവരായി അവർ മാറിപ്പോയി. ആ ഘട്ടത്തിലാണ് അള്ളാഹുവിന്റെ ശാപമുണ്ടാകുന്നത്. അവർ നെഞ്ചോട് ചേർത്തു പിടിച്ചിരുന്ന അവരുടെ വേദപുസ്തകം തൗറാത്ത് അവരുടെ മുന്നിലിട്ട് അവരുടെ ശത്രുക്കൾ കത്തിച്ച് ചാമ്പലാക്കി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ചെറുവിരല് പോലും ഉയർത്തി പ്രതിഷേധിക്കാൻ കഴിയാത്ത അത്ര വണ്ണം ദുർബലരായി അവർ മാറിപ്പോയിരുന്നു. അതിന്റെ കാരണം ഖുർആൻ പറഞ്ഞത് ഇതാണ്: ജീവിതത്തെ സമർപ്പിക്കാതെ ആരാധനകളുടെ പുറമോടിയിൽ മാത്രം കഴിഞ്ഞുകൂടുന്നവരായി അവർ മാറിപ്പോയി. അവരെ പോലെ നിങ്ങൾ ആകരുത് എന്ന് സൂചിപ്പിക്കാനാണ് ഇങ്ങനെ നിരവധി ആയത്തുകളിലും സൂറത്തുകളിലുമായി ബനൂ ഇസ്രായേലിന്റെ ചരിത്രം ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ടേയിരിക്കുന്നത്. നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ മാർഗവും നമ്മൾ സഞ്ചരിക്കുന്നതും ഇതേ രൂപത്തിൽ മുൻകഴിഞ്ഞ സമുദായങ്ങളുടെ മാർഗത്തിലാണോ എന്ന് നമ്മൾ ആലോചിക്കണം. പ്രിയമുള്ളവരെ, നമ്മളും ചേർത്തു പിടിക്കുന്ന നമ്മുടെ വേദഗ്രന്ഥം വിശുദ്ധ ഖുർആൻ നമ്മുടെ നെഞ്ചിൽ തന്നെയുണ്ട്. പക്ഷേ അതിന്റെ ആശയങ്ങളോ അതിന്റെ എന്താണോ ഖുർആൻ മുന്നോട്ട് വെക്കുന്നത് അതൊന്നും നമ്മൾ സ്വീകരിക്കുന്നില്ല. അതിന്റെ അന്തസത്തയെ സ്വീകരിക്കാതെ ഖുർആന്റെ പുറംമോടിയിൽ മാത്രം അഭിരമിക്കുന്ന ഒരു വിഭാഗമായി നമ്മൾ മാറിപ്പോയിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, അപകടമാണ്. നമ്മുടെ പ്രവാചകൻ, ആ പ്രവാചകനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ കഴിയില്ല. കൈയല്ല, അവന്റെ കരൾ പോലും വെട്ടാൻ സന്നദ്ധമായ ഒരു വിഭാഗം ആളുകൾ മുസ്ലിങ്ങളിൽ നിന്നുണ്ടായി വന്നുകൊണ്ടിരിക്കും. പക്ഷേ ആ പ്രവാചകന്റെ അധ്യാപനങ്ങളോട് കൂറു പുലർത്തുന്ന എത്ര ആളുകളുണ്ട് എന്ന് പരിശോധിക്കുമ്പോൾ ഇത് രണ്ടിന്റെയും അന്തരം നമുക്ക് ബോധ്യമാകും. വേദഗ്രന്ഥങ്ങളുടെ, പ്രവാചകന്മാരുടെ, ആരാധനാലയങ്ങളുടെ പുറംമോടികളിൽ അതിന്റെ പുറംമോടിയിൽ മാത്രം ഭ്രമണം ചെയ്യുന്നവരായി മുസ്ലിങ്ങൾ മാറിപ്പോവുകയാണോ? നമ്മൾ ആലോചിക്കണം പ്രിയമുള്ളവരെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ശിക്ഷയെ കാത്തിരുന്നു കൊള്ളണം എന്നാണ് ഈ പറഞ്ഞ ഖുർആനിന്റെ ആയത്ത്. ബനൂ ഇസ്രായേലിയർക്ക് മാത്രമല്ല, ആ ശൈലി സ്വീകരിക്കുന്ന, ആ മാർഗത്തെ പിൻപറ്റുന്ന, അവരെ പോലെ ആകാൻ ശ്രമിക്കുന്ന മുഴുവൻ ആളുകൾക്കും അവർക്ക് താക്കീതായിക്കൊണ്ടാണ് ഖുർആൻ വളുരിബത്തു അലൈഹിമു ദില്ലത്തു വൽ മസ്കന. അള്ളാഹുവിന്റെ ശാപം ലഭിച്ചൊരു സമൂഹം, അള്ളാഹുവിന്റെ കോപം ലഭിച്ചൊരു സമൂഹം. ഭൂമിയിൽ എത്രയൊക്കെ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നാലും, ആരൊക്കെ എംപവർ ചെയ്യാനുണ്ടായിരുന്നാലും, ആരൊക്കെ ഏതൊക്കെ സംഘടനാ നേതാക്കന്മാരുണ്ടായിരുന്നാലും, അള്ളാഹുവിന്റെ ശാപവും കോപവും ലഭിച്ച ഒരു സമൂഹത്തെ രക്ഷപ്പെടുത്താൻ ഭൂമിയിൽ ആർക്കും സാധ്യമല്ല. ഏറ്റവും അധികം അനുഗ്രഹം ലഭിച്ച ഒരു ജനവിഭാഗം ഭൂമിയിൽ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ബനൂ ഇസ്രായേലിയർ മാത്രമായിരുന്നു. മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾക്ക് ആ സമൂഹത്തിന് ലഭിച്ചതിന്റെ എത്രയോ ഇരട്ടി അനുഗ്രഹമാണ് ബനൂ ഇസ്രായേലിയർക്ക് ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ തന്നെ ഖുർആൻ പറയുന്നു. ഏറ്റവും ഉത്തുംഗതയിൽ അല്ലാഹു ആദരിച്ചൊരു സമൂഹത്തെ ശിക്ഷയുടെ കൊടുമുടിയിലേക്ക് വലിച്ചു കൊണ്ടുപോയെങ്കിൽ, ശിക്ഷയുടെ ദുരിതത്തിന്റെ തീരാക്കടലിലേക്ക് അവർ പെട്ടുപോയെങ്കിൽ, എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാനും നിങ്ങളും ആലോചിക്കേണ്ടുന്നത് ഈ പ്രവാചകന്റെ അധ്യാപനങ്ങളിലേക്ക് കടന്നു പോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, സ്വകാര്യ ഇടങ്ങളിൽ ഈ പ്രവാചകന്റെ കൽപ്പനകളെ വില കൽപ്പിക്കുന്നുണ്ടോ? നമ്മൾ ആലോചിക്കണം. നമ്മെ വിചാരണ ചെയ്യാൻ ഇവിടെ മറ്റാരുമില്ല. നമ്മൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുന്നേ നിങ്ങൾ സ്വന്തമായി വിചാരണ ചെയ്യണം. നിങ്ങളെ തന്നെ നിങ്ങൾ വിചാരണ ചെയ്യണം എന്ന് പ്രവാചകൻ പറഞ്ഞത്
നമ്മുടെ ശേഷികളും നമ്മുടെ കഴിവുകളും നമ്മുടെ സാധ്യതകളും നമ്മുടെ ന്യൂനതകളും നമ്മുടെ പോരായ്മകളും നമ്മളുടെ കഴിവുകളും ഇതൊക്കെ അറിയുന്നവർ നമ്മൾ മാത്രമാണ്. കൂടെ താമസിക്കുന്ന ഭാര്യയ്ക്ക് പോലും എന്താണ് ഭർത്താവിന്റെ പൂർണ്ണമായ വ്യക്തിത്വം എന്നറിയാൻ കഴിയില്ല എന്നത് 100% സത്യമാണ്. ആ വ്യക്തിക്ക് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും സ്വകാര്യമായി നമ്മുടെ ചോദ്യത്തിന്റെ ചൂണ്ടുവിരൽ നമ്മുടെ നെഞ്ചിന് നേർക്കൊന്ന് നിവർത്തിപ്പിടിക്കുക, എന്നിട്ട് ഉത്തരം പറയാൻ ശ്രമിക്കുക. എത്രമാത്രം മുസ്ലിങ്ങളാകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പുറമേ നമ്മളൊക്കെ നല്ലവരായിരിക്കും, നമ്മളെക്കുറിച്ച് ആളുകൾ നല്ല അഭിപ്രായമായിരിക്കും പറയുന്നത്, നമ്മളെക്കുറിച്ച് ആരും കുറ്റം പറയുന്നുണ്ടാകില്ല, നമുക്ക് നല്ലൊരു പരിവേഷവും നല്ലൊരു രൂപവും ഭാവവും സമൂഹത്തിൽ നമുക്കുണ്ടായിരിക്കും. പക്ഷേ നമ്മളെന്ന പച്ചയായ നാം, ഞാനും നിങ്ങളും എന്താണ് എന്ന് എനിക്കും നിങ്ങൾക്കും മാത്രമാണ് അറിയാൻ കഴിയുന്നത്. നമ്മുടെ സ്വകാര്യ ഇടങ്ങളിൽ ഒന്നാലോചിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ വരുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, അവനാണ് വിജയി. പ്രവാചകൻ പറഞ്ഞു, ഒറ്റക്കിരുന്നു കൊണ്ട് ഒരാൾ സ്വയം വിശകലനം നടത്തുകയും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് എന്താണ് എനിക്ക് ചെയ്യാൻ സാധിച്ചത് പടച്ചവനെ എന്ന് ഉറക്കെ വിളിക്കുകയും ചെയ്തിട്ട് അവന്റെ കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണുനീർ ചാലിട്ടൊഴുകുന്നുവെങ്കിൽ ആ മനുഷ്യൻ നരകത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ കറന്നെടുത്ത ഒട്ടകത്തിന്റെ പാൽ തിരിച്ചകിടിലേക്ക് പ്രവേശിക്കണമെന്ന അത്രമാത്രം ദുഷ്കരമാണ്. പക്ഷേ നിസാരമല്ലത്, നിസാരമല്ല. ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കിയവരാ നമ്മൾ, അല്ലേ? എത്ര കാര്യങ്ങൾക്ക് നമ്മൾ കരഞ്ഞിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി കരയുന്നുണ്ട്. സ്വന്തത്തെക്കുറിച്ച് ആലോചിച്ച് എന്റെയും നിങ്ങളുടെയും നാളെ എങ്ങനെയായിരിക്കും എന്നാലോചിച്ച് ഒരു നിമിഷം കരയാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ടോ പ്രിയമുള്ളവരെ? ഉറ്റവരും ഉടയവരും മരിക്കുമ്പോൾ നമ്മൾ കരയാറുണ്ട്, സമ്പത്ത് നഷ്ടപ്പെടുമ്പോൾ നമ്മൾ കരയാറുണ്ട്, വലിയ അപകടങ്ങൾ വരുമ്പോൾ നമ്മൾ കരയാറുണ്ട്, നമ്മുടെയും പ്രിയപ്പെട്ടവരുടെയും ആരോഗ്യത്തിന് ഭംഗം സംഭവിക്കുമ്പോൾ നമ്മളൊക്കെ കരയാറുണ്ട്. പക്ഷേ നാളെ പടച്ചവനെ എന്റെ കാര്യം എന്തായിരിക്കും, എങ്ങനെയായിരിക്കും ഞാൻ നിന്റെ മുന്നിൽ വിചാരണയ്ക്ക് നിൽക്കുക, വിചാരണ ശേഷം എന്തായിരിക്കും എന്റെ അവസ്ഥ എന്നാലോചിച്ച് ഒരു തുള്ളി കണ്ണുനീർ എന്നെങ്കിലും നമുക്ക് പൊടിഞ്ഞിട്ടുണ്ടോ? പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ കരയാറുണ്ട്, പ്രസംഗത്തിന്റെ മാസ്മരികതയിൽ കരയാറുണ്ട്. പക്ഷേ പ്രവാചകൻ പറഞ്ഞത് അങ്ങനെയല്ല. ഒറ്റക്കിരുന്ന് ആലോചിക്കുമ്പോ, സ്വകാര്യമായ ഇടങ്ങളിൽ സ്വന്തം വിചാരണ നടത്തുമ്പോ ഒരു തുള്ളി കണ്ണുനീർ വരുന്നുണ്ടോ എന്നാണ്. എങ്കിൽ ഭൂമിയിൽ വെച്ച് അവൻ ഉറപ്പിക്കാം സ്വർഗത്തിലാണ് തന്റെ സ്ഥാനമെന്ന്. ഇനി പ്രിയമുള്ളവരെ, സമർപ്പണത്തിനായി വിളിക്കുമ്പോ, സമർപ്പണത്തിന് വേണ്ടി വിളിയുണ്ടാകുമ്പോ അതിനുവേണ്ടി സർവവും മറന്നുകൊണ്ട് ഓടി പുറപ്പെടുന്ന ചില ആളുകളെ കുറിച്ചും ഖുർആൻ പറയുന്നുണ്ട്. അങ്ങനെയും ചില ആളുകളുണ്ട്. ബദർ യുദ്ധത്തിനായി റസൂലുള്ള ബദറിനെ യുദ്ധമെന്ന് വിളിക്കാൻ പാടുണ്ടോ എന്നത് മറ്റൊരു വിഷയമാണ്. ഇന്ന് ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വലിയ വിഷയം ഇസ്ലാമിന്റെ യുദ്ധങ്ങളെ കുറിച്ചാണ്. ഇസ്ലാം യുദ്ധങ്ങളിലൂടെ വളർന്ന മതമാണ് എന്ന് പ്രചരിപ്പിക്കാനാണ് പലർക്കും താല്പര്യം. യുദ്ധം എന്ന് പറയുമ്പോൾ നമുക്ക് ചരിത്രത്തിൽ ഒരുപാട് യുദ്ധങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇസ്ലാം വരുന്നതിന് മുന്നേ, പ്രവാചകന്റെ ആഗമനത്തിന് മുന്നേ ചരിത്രത്തിൽ നിരവധി യുദ്ധങ്ങളുണ്ട്, അല്ലെ? ഒരുപാട് യുദ്ധങ്ങൾ, പല സംസ്കൃതികളിൽ, പല രാജ്യങ്ങളിൽ, പല നാടുകളിൽ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. ദിവസങ്ങളും മാസങ്ങളും നീണ്ട യുദ്ധങ്ങൾ, ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു വീണ യുദ്ധങ്ങൾ. ആ യുദ്ധങ്ങളെയൊക്കെ യുദ്ധമെന്നാണ് വിളിക്കുന്നതെങ്കിൽ ബദറിനെയും ഉഹദിനെയും നമുക്ക് യുദ്ധമെന്ന് വിളിക്കാൻ കഴിയില്ല പ്രിയമുള്ളവരെ. കേവലം 2 മണിക്കൂറോ 3 മണിക്കൂറോ നീണ്ടുനിന്ന ഒരു സംഘർഷം മാത്രം, അത്രമാത്രമേ ബദറുള്ളൂ. നമ്മളിന്ന് യുദ്ധമെന്ന് കേൾക്കുമ്പോ ഇറാഖിലെ ലക്ഷക്കണക്കിന് വരുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെയും അമ്മമാരെയും കൊന്നൊടുക്കിയ ആ കിരാതമായ യുദ്ധത്തിനെ നമ്മൾ വിളിക്കുന്ന പേര് യുദ്ധമെന്നാണെങ്കിൽ, വാർ എന്നാണെങ്കിൽ, അങ്ങനെ ഒരു വാർ ഇസ്ലാം നടത്തിയിട്ടില്ല. ഇസ്ലാം നടത്തിയിട്ടുള്ള പ്രതിരോധങ്ങളോ അതല്ലെങ്കിൽ സംഘർഷങ്ങളോ വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ആക്രമിക്കാനായി കടന്നു വരുന്ന ആളുകൾക്ക് മുന്നിൽ ഭീരുക്കളായി ഓടാതെ സധൈര്യം ചെറുത്തുനിൽപ്പ് നടത്തിയ ചെറുത്തുനിൽപ്പിന്റെ ചരിത്രങ്ങളാണ്. ഇതല്ലാതെ അക്രമത്തിന്റെ ചരിത്രം ഇസ്ലാമിലില്ല. ഞാൻ സൂചിപ്പിച്ചത് അത്തരമൊരു പ്രതിഷേധത്തിനു വേണ്ടി, അത്തരമൊരു സംഘർഷഘട്ടത്തിൽ അള്ളാഹുവിന്റെ മതത്തെ സഹായിക്കുവാൻ ആരുണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് പ്രവാചകൻ വിശ്വാസികൾക്കിടയിലേക്ക് ഒരു വിളി നടത്തി. ആ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് നിരവധി ആളുകൾ കടന്നു വന്നു. ചിലരൊക്കെ മെല്ലെ പിന്നിലേക്ക് പോയി, ചിലരൊക്കെ ഒതുങ്ങി നിന്നു. വിശ്വാസവും അവിശ്വാസവും, കാപട്യവും വിശ്വാസവും വേർതിരിഞ്ഞ രംഗമായിരുന്നു അത് എന്നാണ് ഖുർആൻ പറയുന്നത്. ഇനി നമ്മളൊന്ന് ആലോചിക്കുക, ഇന്ന് നമ്മുടെ മുന്നിൽ പ്രവാചകൻ ഇല്ല. നമ്മളൊക്കെ പലപ്പോഴും പറയാറുണ്ട്, പ്രവാചകൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലായിരുന്നു ഞാൻ ജനിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന്. നമ്മുടെ മനോഭാവം വെച്ച് നമ്മളൊന്ന് ആലോചിക്കുക. അന്നാണ് നമ്മൾ ജീവിച്ചിരുന്നത് എങ്കിൽ
അല്ലെങ്കിൽ ഇക്കാലഘട്ടത്തിലാണ് പ്രവാചകൻ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് എങ്കിൽ ഒരു യുദ്ധത്തിന്റെ വിളിയാളം ഉണ്ടാകുമ്പോ കടയും പൂട്ടി കച്ചവടവും ഒഴിവാക്കി ഭാര്യയെയും മക്കളെയും വീട്ടിലാക്കി എത്ര ആളുകൾ പ്രവാചകനോടൊപ്പം യുദ്ധത്തിന് പോകുമെന്ന്. കപടന്മാരുടെ പേര് പറയുമ്പോ വെറുപ്പോടുകൂടി ലഅനത്ത് പറയുന്ന നമ്മൾ ആലോചിക്കണം പ്രിയമുള്ളവരെ. നമ്മുടെ മുന്നിൽ ഇത്തരത്തിലൊരു വേർതിരിക്കുന്ന ഘട്ടമുണ്ടായാൽ, വിശ്വാസികളെയും അവിശ്വാസികളെയും ഇങ്ങനെ ഭൂമിയിൽ വെച്ച് തന്നെ വേർതിരിച്ചറിയാൻ കഴിയുന്ന ഒരു ഘട്ടമുണ്ടായാൽ എവിടെയായിരിക്കും നമ്മളുടെ സ്ഥാനമെന്ന്? നമ്മൾ പള്ളിയിൽ കാരണവരാണ്, പള്ളിയിലെ കാര്യപ്പെട്ട സ്ഥാനം വഹിക്കുന്നവരാ, സംഘടനയുടെ നേതാക്കന്മാരാണ്, പൊതുകാര്യ പ്രസക്തരാണ്, ഇസ്ലാമിന്റെ മുന്നിൽ നിൽക്കുന്നവരാണ്. ഇത്തരമൊരു ഘട്ടം വന്നാൽ എന്താ നമ്മളെ തെരഞ്ഞെടുക്കുക എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. തബൂക്ക് യുദ്ധത്തിന്റെ പശ്ചാത്തലം നമ്മളൊന്ന് പഠിക്കണം പ്രിയമുള്ളവരെ. നമ്മൾ പഠിക്കണം തബൂക്ക് യുദ്ധത്തിന്റെ പശ്ചാത്തലം എന്ത് എന്ന്. നിരന്തരമായ 2-3 യുദ്ധങ്ങൾ കഴിഞ്ഞ് വിശ്വാസികൾ ക്ഷീണിച്ചു നിൽക്കുകയാണ്. ശത്രുക്കളെമ്പാടും സർവ്വവിധ ആയുധങ്ങളും സജ്ജീകരിച്ചുകൊണ്ട് സന്നാഹത്തോടുകൂടി മദീനയെ ആക്രമിക്കാൻ വന്ന അഹ്സാബ് യുദ്ധം, പ്രവാചകന് കിടങ്ങ് കുഴിച്ചുകൊണ്ട് മദീനയെ സംരക്ഷിച്ച അഹ്സാബ് യുദ്ധം, പട്ടിണിയുടെയും പരിവട്ടത്തിന്റെയും നാളുകൾ. പലരും രോഗികളാണ്, പലർക്കും പലതരത്തിലുള്ള രോഗങ്ങളുണ്ട്, വ്രണങ്ങളുണ്ട്. എഴുന്നേറ്റ് നിൽക്കാൻ പോലും ശേഷിയില്ലാതെ പട്ടിണിയും ദാരിദ്ര്യവും പ്രയാസവും ബുദ്ധിമുട്ടിച്ചു നിൽക്കുന്ന ഘട്ടം. യുദ്ധമൊഴിഞ്ഞു, ശത്രുക്കളൊക്കെ തോറ്റ് തുന്നം പാടി പരക്കം പാഞ്ഞു. ആ യുദ്ധത്തിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. മദീനയിൽ പ്രവാചകൻ എത്തിയപ്പോ അവിടുത്തെ ജൂതഗോത്രങ്ങളോട് പ്രവാചകനോട് സന്ധി നടത്തിയിരുന്നു. ഒരു രാജ്യമെന്ന രൂപത്തിൽ, ഒരു രാഷ്ട്രമെന്ന രൂപത്തിൽ നമ്മുടെ രാഷ്ട്രത്തിലേക്ക് അന്യരായ ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ മതവും ജാതിയും പരിഗണിക്കാതെ നമ്മൾ ഐക്യത്തോടു കൂടി നിന്ന് നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മൾ പോരടിക്കും. അങ്ങനെ ഒരു ഐക്യം, ഒരു കരാർ അവിടുത്തെ ജൂതന്മാരുമായി, ജൂതഗോത്രക്കാരുമായി പ്രവാചകൻ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വിശ്വാസികളെ ആക്രമിക്കാനായി അവിശ്വാസികളായ ആളുകൾ, മക്കയിൽ നിന്ന് മുശ്രിക്കുകൾ അടക്കമുള്ള ആളുകൾ എല്ലാ കോപ്പും കൂട്ടിക്കൊണ്ട് കടന്നു വന്നപ്പോ പ്രവാചകനോടൊപ്പം നിൽക്കേണ്ടുന്ന ജൂതഗോത്രങ്ങൾ പിന്നിൽ നിന്നും കുത്തി. അവർ ശത്രുക്കളോടൊപ്പം ചേർന്ന് പ്രവാചകരെയും മുസ്ലിങ്ങളെയും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചു. അതിനെയാണ് എതിർത്ത് തോൽപ്പിച്ചിരിക്കുന്നത്. പ്രവാചകൻ യുദ്ധം കഴിഞ്ഞപ്പോ എല്ലാവരെയും വിളിച്ചുകൂട്ടി. പക്ഷേ ഈ വിളി കേട്ട് ചെന്നവരാരും വിചാരിച്ചിരുന്നില്ല അടുത്തൊരു യുദ്ധത്തിലേക്കാണ് പ്രവാചകൻ വീണ്ടും വിളിക്കുന്നതെന്ന്. എന്തേ കാരണം? പിന്നിൽ നിന്നും ചതിച്ചവരെ വെറുതെ വിട്ടാൽ അവർ വീണ്ടും ആക്രമിച്ചേക്കും. വീണ്ടും ഒരു അക്രമം ഇതേ രൂപത്തിൽ കടന്നു വന്നാൽ തടുക്കാനുള്ള ശേഷി ഉണ്ടാകില്ല. പ്രതിരോധിക്കേണ്ടതുണ്ട്, ചതിക്ക് പകരം വീട്ടേണ്ടതുണ്ട്. തബൂക്കിലേക്ക് യുദ്ധത്തിന് വേണ്ടി സജ്ജമാകാൻ പ്രവാചകൻ പലരെയും വിളിച്ചു. വിശ്വാസികളായ ആളുകൾ പലരും പ്രവാചകനോട് വന്ന് പല ഒഴിവ് കഴിവുകളും പറഞ്ഞു. ചിലർ പറഞ്ഞത്, പ്രവാചകരെ, കഴിഞ്ഞ കുറെ മാസങ്ങളായി എന്റെ കച്ചവടം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, യുദ്ധങ്ങളുടെ പിന്നാലെയായിരുന്നു, എനിക്ക് ഇതിന് വരണമെന്നുണ്ട്, പക്ഷേ എന്റെ ഇപ്പോഴത്തെ സാഹചര്യം വല്ലാത്തൊരു പരിതാപകരമായ ഒരു സാഹചര്യത്തിലാണ്. അതുകൊണ്ട് പ്രവാചകരെ, അങ്ങ് എന്നെ ഈ യുദ്ധത്തിൽ നിന്നും ഒന്ന് ഒഴിവാക്കി തരണം. പലരെയും പ്രവാചകൻ ഒഴിവാക്കി കൊടുത്തു. അങ്ങനെ ആ ഒഴിവാക്കപ്പെട്ട ആളുകളെ ഒക്കെ മാറ്റി നിർത്തിയിട്ട് സജ്ജരായി കൂടെ നിന്ന ഒരു ചെറിയ ന്യൂനപക്ഷത്തെയുമായി പ്രവാചകൻ തബൂക്കിലേക്ക് മാർച്ച് നടത്തുകയാണ്, യുദ്ധത്തിനു വേണ്ടി പോവുകയാണ്. ആ ഘട്ടത്തിലാണ് വിശുദ്ധ ഖുർആനിൽ ആയത്ത് അവതരിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ മാ ലക്കും ഇദാ ഖീല ലക്കും അൻഫിറൂ ഫീ സബീലില്ലാഹ് ഇസാഖൽതും ഇലൽ അർള്. അല്ലയോ വിശ്വാസികളെ, മുസ്ലിങ്ങളാണ് എന്ന് അഭിമാനിക്കുന്ന, അഹങ്കരിക്കുന്ന വിശ്വാസികളെ, മാ ലക്കും ഇദാ ഖീല ലക്കും, നിങ്ങളോട് നിങ്ങളുടെ പ്രവാചകൻ യുദ്ധത്തിലേക്ക് നിങ്ങളെ വിളിക്കുമ്പോ എന്തേ നിങ്ങൾക്ക് പറ്റിപ്പോകുന്നത്? ഇസാഖൽതും ഇലൽ അർള്, നിങ്ങൾ ഭൂമിയിലേക്ക്, നിങ്ങളുടെ ദുനിയാവിലേക്ക് നിങ്ങൾ പൂണ്ടടങ്ങി വീണു പോവുകയാണോ? ഭൂമിയിലേക്ക് കനം തൂങ്ങി വീണു പോവുകയാണോ? അതിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകൾ പറഞ്ഞത്, ഭൂമിയിലേക്ക് നിങ്ങൾ വീണു പോകുന്നു എന്നതിന്റെ അർത്ഥം ഈ ദുനിയാവിലേക്ക്, ദുനിയാവിന്റെ സുഖത്തിലേക്ക്, സൗകര്യത്തിലേക്ക്, കച്ചവടത്തിലേക്ക്, നിങ്ങളുടെ കൃഷിയിലേക്ക്, അങ്ങനെ തുടങ്ങി ദുനിയാവിന്റെ അലങ്കാരങ്ങളിലേക്ക് നിങ്ങൾ വീണു പോവുകയാണോ എന്നാണ്. ആരോടാ ചോദിക്കുന്നത്? ബദറിലും മുഹദിലും പോരടിച്ച വിശ്വാസികൾ. ബദർ യുദ്ധത്തിന്റെ തലേന്ന് പ്രവാചകൻ ഈ വലിയ സൈന്യത്തെ കണ്ട് അമ്പരന്ന് പോയി. ഒരു ചെറിയ സംഘം മാത്രമാണ് വിശ്വാസികളുടെ കൂട്ടത്തിലുള്ളത്.
അവരെ തച്ചു തരിപ്പണമാക്കാൻ പോന്ന ഒരു വൻ സംഘമാണ്. ആയിരക്കണക്കിന് വരുന്ന എല്ലാ സംവിധാനങ്ങളോടും കൂടിയ മുഴുവൻ ആയുധങ്ങളും എന്തിക്കൊണ്ട് നിൽക്കുന്ന കുതിരപ്പടയാളികളും അതുപോലെ തന്നെ വില്ലാളി വീരന്മാരും ഒക്കെ ഒത്തിണങ്ങിയ ഒരു വൻ സൈന്യമാണ് മുസ്ലിങ്ങളെ നിഷ്കാസിതരാക്കാൻ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ രാത്രിയിൽ ദീർഘമായി പ്രാർത്ഥിച്ചു, നമസ്കരിച്ചു. എന്നിട്ട് പ്രവാചകൻ വിളിച്ചു, സാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും ജന്നത്തിൻ അർളു വസ്സമാവാതി വൽ അർള്. വിശ്വാസികളെ, അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക്, കാരുണ്യത്തിലേക്ക്, പാപമോചനത്തിലേക്ക് നിങ്ങൾ നടന്നെടുത്തു വരണം. ഈ വിളിയാളം കേട്ട് രാത്രിയിൽ ആളുകളൊക്കെയും ഉറക്കത്തിൽ എഴുന്നേറ്റ് പ്രവാചകന്റെ അടുത്തേക്ക് നടന്നു ചെന്നു. സംഘമായവർ നിന്നു. പ്രവാചകന്റെ കൽപ്പനകൾ ശിരസാവഹിക്കാൻ സജ്ജരായി. ഉഹുദിൽ നമ്മൾ കണ്ടതാ ഉഹുദ് യുദ്ധത്തിന്റെ പശ്ചാത്തലം. ഉഹുദ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉഹുദ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ പ്രവാചകന്റെ കൽപ്പനയെ അതേ രൂപത്തിൽ അംഗീകരിക്കുന്നതിൽ അഥവാ സ്വീകരിക്കുന്നതിൽ വിശ്വാസികൾക്ക് ചില പോരാക്കുറവുകൾ സംഭവിച്ചു. പ്രവാചകന്റെ കൽപ്പന 100% പാലിക്കപ്പെട്ടില്ല. ശത്രുക്കൾ സമ്പൂർണമായും വിട്ടുപോയി. യുദ്ധം നമ്മൾ വിജയിച്ചു എന്ന ഘട്ടമാവാതെ ഒരാളും ഈ മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരരുത് എന്ന് കൽപ്പിച്ചുകൊണ്ട് പ്രവാചകൻ വിശ്വാസികളെ ഒരു മലയിൽ നിർത്തി. യുദ്ധത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ അവിശ്വാസികളായ ആളുകൾ അവർ പിന്നാക്കം പാഞ്ഞപ്പോ യുദ്ധം തീർന്നു എന്ന് വിചാരിച്ച് പ്രവാചകന്റെ കൽപ്പനയ്ക്ക് കാത്തു നിൽക്കാതെ ഈ വിശ്വാസികളായ ആളുകൾ, വില്ലാളി വീരന്മാർ ആ മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നപ്പോ പ്രതിരോധിക്കാൻ ആളുകളില്ല എന്ന് മനസ്സിലാക്കിയ മുശ്രിക്കുകളുടെ സംഘം ആ മലയുടെ പിന്നിലൂടെ പ്രവാചകരെയും സ്വഹാബത്തിനെയും ആക്രമിച്ചു. പിന്തിരിഞ്ഞു പോയ മുശ്രിക്കുകൾ വർദ്ധിച്ച വീര്യത്തോടുകൂടി പിന്നിൽ നിന്ന് ആക്രമിച്ചപ്പോ പലരും തളർന്നുപോയി. എന്തു ചെയ്യണമെന്നറിയാതെ പരക്കം പാഞ്ഞു. നയിക്കാൻ ആളില്ലാത്ത അവസ്ഥ വന്നു. ആരൊക്കെ ജീവിച്ചു, ആരൊക്കെ മരിച്ചു എന്നറിയാൻ കഴിയുന്നില്ല. പ്രവാചകൻ മരണപ്പെട്ടു എന്ന വാർത്ത പരന്നു. വിശ്വാസികൾ ഭയവിഹ്വലരായി. അവർ പരക്കം പാഞ്ഞു. അങ്ങനെ പരക്കം പാഞ്ഞപ്പോ പ്രവാചകൻ ഒറ്റയ്ക്കായി. പ്രവാചകൻ ഏകനായി. ആരാലും സംരക്ഷിക്കപ്പെടാനില്ലാതെ നിൽക്കുന്ന കാഴ്ച കണ്ടപ്പോ അവിശ്വാസികൾക്കിടയിലെ വില്ലാളി വീരന്മാർ അവരുടെ ഞാണ് വലിച്ച് വില്ല് കൂർപ്പിച്ച് പ്രവാചകന്റെ നെഞ്ചിന് നേരെ ലാക്കാക്കി നിൽക്കുകയാണ്. ഒരൊറ്റ നിമിഷം ആ ഞാണെന്ന് വലിച്ചു വിട്ടാൽ പ്രവാചകന്റെ പൂമേനി അമ്പുകൊണ്ട് തറയപ്പെടും. ഇത് ദൂരെ നിന്ന് കണ്ട ഒരു സംഘം വിശ്വാസികൾ അവർ പ്രവാചകന് ചുറ്റും പാഞ്ഞെടുത്തു. പ്രവാചകന് ചുറ്റും അവർ പ്രവാചകന്റെ കണ്ണിനു കണ്ണായി, പല്ലിനു പല്ലായി പ്രവാചകന് ചുറ്റും കവചം തീർത്തു. അവർ ഞങ്ങളുടെ നെഞ്ചിലൂടെ കടന്നുപോയല്ലാതെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവാചകന്റെ ദേഹത്ത് ഒരമ്പിനും ഒരു തുള്ളി ചോര പോലും പൊടിപ്പിക്കാൻ കഴിയില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഓരോ അമ്പും നെഞ്ചും കൈകളും മുഖവും കൊണ്ട് തടുത്തു നിർത്തിക്കൊണ്ട് പ്രവാചകനെ സംരക്ഷിച്ച വിശ്വാസികൾ, പ്രിയമുള്ളവരെ, ആ വിശ്വാസികളോടാണ് ഖുർആൻ ചോദിക്കുന്നത്, യാ അയ്യുഹല്ലദീന ആമനു മാലക്കും ഇദാ ഖീല ലക്കും. ഹേ വിശ്വാസികളെ, ഓ വിശ്വാസികളെ, എന്തേ നിങ്ങൾക്ക് പറ്റിപ്പോയത്? നിങ്ങളാണോ വിശ്വാസികൾ? ഒരു സന്ദിഗ്ധ ഘട്ടത്തിൽ പ്രവാചകന്റെ വിളിയാളം ഉണ്ടായപ്പോ അതിനുത്തരം കൊടുക്കാതെ ഭൗതികമായ നിങ്ങളുടെ വിഭവങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്ന നിങ്ങളാണോ വിശ്വാസികൾ? ഇല്ലാ തൻഫിറു യുഅദ്ദിബുക്കും അദാബൻ അലീമ. നിങ്ങൾ ഇങ്ങനെ സമർപ്പിക്കാൻ സന്നദ്ധമല്ലെങ്കിൽ, നിങ്ങളുടെ ജീവിതം ഇസ്ലാമിന് വേണ്ടി സമർപ്പിക്കാൻ സന്നദ്ധമല്ലെങ്കിൽ കാത്തിരുന്നു കൊള്ളുക അല്ലാഹുവിന്റെ ശിക്ഷയെ, ഈ ലോകത്തും പരലോകത്തും. എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, ആ മുഅ്മിനുകൾ നമ്മളാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അതിൽ പറഞ്ഞ ഈമാനുള്ളവർ എന്ന് ഖുർആൻ പറഞ്ഞ ആ ഈമാനുള്ളവരുടെ കൂട്ടത്തിലാണ് നമ്മളുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഈ ആയത്ത് നമ്മുടെ നെഞ്ചിനു കൂടി നേർക്കാണ് ചോദ്യം ഉന്നയിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ യുദ്ധങ്ങളൊന്നുമില്ല. അത് വിളിച്ചാൽ പോകുമായിരുന്നു എന്ന വേറെ വിഷയം. യുദ്ധങ്ങളൊന്നുമില്ല. പക്ഷേ ഇത്ര സുഖകരമായൊരു സാഹചര്യം ഉണ്ടായിട്ട്, ഇത്ര ശാന്തവും സ്വസ്ഥവുമായി മുസ്ലിമായി ജീവിക്കുന്നതിന്, ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നതിന് സംവിധാനങ്ങൾ ഉണ്ടായിട്ട് എന്റെയും നിങ്ങളുടെയും അനുഗ്രഹങ്ങൾ എത്രമാത്രം ഇസ്ലാമിന് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ചോദിക്കുമ്പോൾ എന്താ നമ്മുടെ ഉത്തരം? ഒരു നിമിഷം നമ്മളൊന്ന് ആലോചിക്കണം. ഉത്തരം നമുക്ക് സ്വകാര്യമായി പറയാൻ വിമ്മിഷ്ടമുണ്ടെങ്കിൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ സമാധാനം പറഞ്ഞല്ലാതെ ഒരടി പോലും വെക്കാൻ സാധ്യമല്ലെന്ന വിശ്വാസമുള്ള ആളുകൾക്ക് ഇത് ഒരു താക്കീതാണ് എന്നുകൂടി ഖുർആൻ പറയുന്നു. ഇനി വിശ്വാസം അത് അല്ലെങ്കിൽ ജീവിതം ഇസ്ലാമിന് സമർപ്പിക്കേണ്ട ഘട്ടത്തിൽ അതിന് കഴിയാതെ മാറി നിന്ന ആളുകൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളുണ്ട്. വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ചും പറയുന്നുണ്ട്. അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. മദീന പള്ളിയിൽ പോകുന്ന ആളുകൾ ഇന്നും പോകുന്നെങ്കിൽ
അവിടെ അബൂലുബാബയുടെ തൂണ് എന്ന പേരിട്ടൊരു തൂണെന്നും അവിടെ കാണാൻ സാധിക്കും. ആ തൂണിന് പിന്നിൽ ഒരു വലിയ ചരിത്രമുണ്ട്. ഒരു വലിയ ചരിത്രം പറയുന്നുണ്ട്. എന്താണെന്നല്ലേ? അബൂലുബാബ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ വിശ്വസ്തനായ സേവകരിൽ ഒരാളായിരുന്നു. ഇസ്ലാമിന് വേണ്ടി മുന്നിട്ടിറങ്ങുന്ന, ഏത് യുദ്ധത്തിനും മുന്നിട്ടിറങ്ങുന്ന ഒരു സ്വഹാബിയായിരുന്നു. ഇസ്ലാമിന് വേണ്ടി എന്നും ത്യജിക്കാൻ സന്നദ്ധരായ ഒരു സ്വഹാബിയായിരുന്നു. പക്ഷേ സാന്ദർഭികവശാൽ ഈ പറഞ്ഞ തബൂക്ക് യുദ്ധത്തിലേക്ക് അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞില്ല. അദ്ദേഹവും ദുനിയാവിന്റെ ചില ഉപാധികൾ പറഞ്ഞ്, ചില ന്യായങ്ങൾ പറഞ്ഞ് പ്രവാചകനോട് യുദ്ധത്തിൽ നിന്ന് ഒഴിവാകാനുള്ള അനുമതി നേടി അദ്ദേഹം മാറി നിന്നു. യുദ്ധത്തിലേക്ക് ആളുകൾ പോയിക്കഴിഞ്ഞതിന് ശേഷമാണ് ഈ ആയത്ത് അവതരിക്കുന്നത്. ഇത്തരമൊരു ആയത്ത് പ്രവാചകൻ അവതരിച്ചു എന്ന് കേട്ടപ്പോ ഹൃദയം നടുങ്ങിപ്പോയി, ഞെട്ടിവിറച്ചുപോയി. അദ്ദേഹം തന്റെ കൈയും കാലും ആ പള്ളിക്കുള്ളിലെ ഒരു തൂണിൽ ചേർത്തു ബന്ധിച്ചു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവാണ് സത്യം, അല്ലാഹുവിന്റെ പ്രവാചകൻ മടങ്ങി വരികയും എന്റെ ഈ കെട്ടഴിക്കുകയും എനിക്ക് പൊരുത്തപ്പെട്ടു തന്നു എന്ന് പറയുകയും ചെയ്താലല്ലാതെ അബൂലുബാബ പച്ചവെള്ളം എനിക്ക് കുടിക്കുകയില്ല, ഞാൻ ഇവിടുന്ന് മാറുകയില്ല, ഞാൻ ഇവിടെ തന്നെ കിടന്നു മരിക്കും, എന്റെ പ്രവാചകൻ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം. ഇതാണ് പ്രിയമുള്ളവരെ, തെറ്റുപറ്റിപ്പോയി. സമർപ്പിക്കേണ്ട രംഗത്ത് സമർപ്പിച്ചില്ല, ചെയ്യേണ്ട രംഗത്ത് ചെയ്തില്ല, ചിലവഴിക്കേണ്ടത് ചിലവഴിച്ചില്ല എന്ന് തോന്നിപ്പോകുന്ന ആളുകളുടെ മനസ്സിൽ വിശ്വാസികളാണെങ്കിൽ ഉണ്ടാകേണ്ടുന്ന ഒരു അനുഭവം, അവരുടെ വിചാരം ഇങ്ങനെയായിരിക്കണം എന്നാണ് ഖുർആൻ നമ്മുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്ന ഈ ഒരു ആശയം. നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മളൊക്കെ ഒരുപാട് തേടിപ്പിടിക്കുന്നവരാ, വെട്ടിപ്പിടിക്കുന്നവരാ. നാളെ അടുത്ത നിമിഷം ജീവിച്ചിരിക്കുമെന്ന് ഒരു ഉറപ്പുമില്ലാത്തവരാണ് നമ്മളെന്ന് എത്രയോ തവണ നമ്മൾ പറയാറുണ്ട്, കേൾക്കാറുണ്ട്. നമ്മൾ ആളുകളോട് പറയാറുണ്ട്, മരിച്ചു പോകുന്ന ആളുകളാണെന്ന് ബോധ്യം വേണം കേട്ടോ. പലരും തർക്കമുണ്ടാക്കുമ്പോ, വഴക്കുണ്ടാക്കുമ്പോ, അനിസ്ലാമികത കാണിക്കുമ്പോ, ന്യായക്കേട് കാണിക്കുമ്പോ നമ്മൾ പറയാറുണ്ട്, മരിച്ചു പോണ ആളുകളാണെന്ന് ബോധ്യം വേണം കേട്ടോ. എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമുക്ക് ആ ബോധ്യമുണ്ടോ? ആത്മാർത്ഥമായി പറഞ്ഞാൽ നമുക്ക് നാളെ നമ്മൾ മരിക്കും എന്ന ബോധ്യം നമുക്കുണ്ടോ? നമ്മൾ മരിക്കാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല എന്നതാണ് വാസ്തവം. അന്യരൊക്കെയും എപ്പോഴും മരിക്കാം, ഞാൻ മാത്രം പൂർണ്ണമായും ആയുസ് അനുഭവിച്ച് മരിക്കേണ്ടവനാണ് എന്നാണ് ഉള്ളിന്റെ ഉള്ളിലെങ്കിലും ഓരോരുത്തരും വിചാരിച്ചു കൊണ്ടിരിക്കുന്നത്. അന്യനെ കുറിച്ചാണ് എപ്പോൾ വേണമെങ്കിലും മരിക്കാവുന്നവർ എന്ന് വിചാരിക്കുന്നത്. സ്വന്തത്തെക്കുറിച്ച് നമ്മളൊക്കെ വിചാരിക്കുന്നത് നമുക്ക് കുറെ പ്ലാനുകളുണ്ട്, നമ്മുടെ പദ്ധതികളുണ്ട്, ഇതൊക്കെ അവസാനിച്ചതിനു ശേഷം മാത്രമേ നമ്മൾ മരിക്കുകയുള്ളൂ എന്നാണ്. വിശുദ്ധ ഖുർആൻ ഒരായത്തിൽ മനുഷ്യരുടെ ഈ നിലപാടിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. യഅലമൂന ലാഹിറൻ മിനൽ ഹയാത്തിദ് ദുനിയ. വിശുദ്ധ ഖുർആൻ പറയാ, മനുഷ്യരുടെ കാര്യമുണ്ടല്ലോ, ഐഹിക ജീവിതത്തിന്റെ ഒരു പ്രത്യക്ഷം, ഒരു ഭാഗം മാത്രമേ അവർ കാണുന്നുള്ളൂ. അവർ കാണാത്ത വലിയ പരോക്ഷമായ ഒരു സംഗതി ഈ ഐഹിക ജീവിതത്തിലുണ്ട് എന്നാണ്. നമ്മുടെ പ്ലാനുകൾ തെറ്റിപ്പോകുമ്പോ, നമ്മൾ കണക്ക് കൂട്ടിയത് പലതും നടക്കാതെ വരുമ്പോ നമ്മൾ ഈ ആയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. ഈ അടുത്ത് ഞാൻ എന്റെ നാട്ടിലേക്ക് പോയി മടങ്ങി വരുമ്പോ ഒരു മയ്യത്ത് കണ്ടിട്ടാണ് മടങ്ങി വരുന്നത്. എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച ഒരു ചെറുപ്പക്കാരൻ, സർക്കാർ സർവീസിൽ ഉയർന്ന ജോലിയുള്ള ചെറുപ്പക്കാരൻ, കാണാൻ സുന്ദരനാണ്, വെളുത്തു തുടുത്ത സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ. മദ്യപാനമില്ല, പുകവലിയില്ല, മറ്റു ദോഷങ്ങളൊന്നുമില്ല, മാന്യൻ, കുടുംബമഹിമയുള്ളവൻ. അവനെ വിവാഹം കഴിപ്പിച്ച്, മകളെ കൊണ്ട് അവനെ വിവാഹം കഴിപ്പിക്കാനായതിൽ ആ പിതാവ് സന്തുഷ്ടനാണ്. ഇത്ര നല്ലൊരു മരുമകനെ എനിക്ക് ലഭിച്ചതിൽ ഞാൻ സന്തുഷ്ടനാണ് എന്ന് പരസ്യമായി ആ പിതാവ് പറയാറുണ്ട്. ആ പെൺകുട്ടിയെ സംബന്ധിച്ച് ആളുകൾ പറയാറുള്ളത് അവൾ ഭാഗ്യവതിയാണ് എന്നാണ്. ഇത്ര നല്ലൊരു ചെറുപ്പക്കാരനെ കിട്ടിയില്ലേ, അവൾ ഭാഗ്യവതിയാണ്. വിവാഹം കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ അവൾക്ക് സുന്ദരിയായ ഒരു പെൺകുഞ്ഞുണ്ടായി. 2 കൊല്ലം കഴിഞ്ഞപ്പോ വീണ്ടും ഒരു കുഞ്ഞുകൂടി ഉണ്ടായി. അവനൊരു വീട് വെച്ചു, മനോഹരമായ വീട്. അവന്റെ പ്രായത്തിലുള്ള മറ്റുള്ള അവന്റെ സുഹൃത്തുക്കളെ മുഴുവനും അത്ഭുതപ്പെടുത്തിക്കൊണ്ട്, അസൂയപ്പെടുത്തിക്കൊണ്ടാണ് അവൻ വീട് വെച്ചത്. ആളുകളൊക്കെ പറഞ്ഞു, അവൻ ഭാഗ്യവാനാണ്, അവൾ ഭാഗ്യവാനാണ്. നമ്മളുമൊക്കെ പറയാറില്ലേ, നമ്മുടെ പ്രായത്തിലുള്ള ഒരാൾ നമുക്ക് ചെയ്യാൻ കഴിയാത്തൊരു സംഗതി അവൻ ചെയ്യുമ്പോ അസൂയയോട് പറയാറുണ്ട് അവൻ ഭാഗ്യവാനാണ് എന്ന്. നമ്മുടെ മകൾക്ക് ലഭിക്കാത്ത ഒരു സൗഭാഗ്യം അയൽക്കാരന്റെ മകൾക്ക് ലഭിക്കുമ്പോ നമ്മൾ പറയാറുണ്ട് അവൾ ഭാഗ്യവതിയാണ് എന്ന്. നമ്മളൊക്കെ പറയാറുണ്ട്. ഒരു വാഹനം എടുക്കുമ്പോ, ഒരു വീട് വെക്കുമ്പോ, ഒരു ജോലി കിട്ടുമ്പോ നമ്മൾ പറയാറുള്ളതാണ് അവൾ ഭാഗ്യവതിയാണ്, അവൻ ഭാഗ്യവതിയാണ് എന്ന്. അങ്ങനെ വിവാഹം കഴിഞ്ഞു, 5 കൊല്ലം കഴിഞ്ഞു. സുന്ദരമായ ആ വീട്ടിൽ
മനോഹരമായി ഭാര്യയും ഭർത്താവും മക്കളും താമസിച്ചു വരികയാണ്. ഒരു ദിവസം ജോലി കഴിഞ്ഞ് മടങ്ങി വീട്ടിലേക്ക് ബൈക്കിൽ വരുന്ന ആ ഭർത്താവിന്റെ വണ്ടിയിൽ പിന്നാലെ വന്ന KSRTC ബസിന്റെ പിൻഭാഗം മെല്ലെ ഒന്ന് മുട്ടി. ഹെൽമറ്റ് ധരിക്കാത്ത ആ ചെറുപ്പക്കാരൻ വളരെ കുറഞ്ഞ വേഗതയിൽ വന്നുകൊണ്ടിരുന്ന ആ ബൈക്കിൽ നിന്ന് റോഡിലേക്ക് സ്ലിപ്പായി വീണു. തല റോഡിലേക്ക് അടിച്ചു. ഏകദേശം 8 മാസം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, രാവാണോ പകലാണോ എന്നറിയാതെ, തന്റെ ഭാര്യയെക്കുറിച്ച് ഓർക്കാതെ, തന്നെക്കുറിച്ച് ഓർത്ത് വിലപിക്കുന്ന ഭാര്യയെക്കുറിച്ച് ഒരു ചിന്തയുമില്ലാതെ, ഏതവസ്ഥയിലാണെന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാതെ കോമയിൽ 8 മാസം ആ ചെറുപ്പക്കാരൻ കിടന്നു. മക്കൾ അറിയുന്നില്ല ബാപ്പയുടെ അവസ്ഥ. മക്കൾ ഇങ്ങനെ പറയാറുണ്ട്, എന്റെ ബാപ്പയ്ക്ക് സുഖമില്ലെന്ന്. ആ മരണത്തിന്റെ വാർത്ത കേട്ട് ആ ചെറുപ്പക്കാരനെ കാണാൻ ചെല്ലുമ്പോ ആ ചെറുപ്പക്കാരന്റെ സുഹൃത്തുക്കൾ പറഞ്ഞത്, ഏകദേശം 2 ആഴ്ച മുമ്പ് നല്ല ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചു. കണ്ണു തുറന്നു നോക്കി, ആളുകളെ നോക്കി തിരിച്ചറിയുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നി. ഭാര്യയെ കാണുമ്പോ കണ്ണിന്റെ 2 ചാലിലൂടെയും കണ്ണുനീരൊഴുകാറുണ്ടായിരുന്നു. ഡോക്ടർമാർ പറഞ്ഞു ശുഭപ്രതീക്ഷയാണ് എന്ന്. എല്ലാവരും പ്രാർത്ഥിച്ചു കൂടുതൽ കൂടുതൽ. പക്ഷേ 8ാം നാൾ അയാൾ ഈ ലോകം വിട്ടു പിരിഞ്ഞിരുന്നു, മരിച്ചിരുന്നു. എവിടെയാ പെൺകുട്ടിയുടെ ഭാഗ്യം? അവൾ ഭാഗ്യവതിയാണ് എന്ന് പറഞ്ഞ ആളുകൾ തന്നെ അവളെക്കുറിച്ച് പരിതപിക്കാൻ തുടങ്ങി. വല്ലാത്ത കഷ്ടമാണ് അവളുടെ ഗതി. ഈ ചെറിയ പ്രായത്തിൽ വിധവയായില്ലേ? ആ പിഞ്ചു കുട്ടികളെ കുറിച്ച് പറയുന്നത് അങ്ങനെയാ. ആ മയ്യത്ത് കണ്ടിട്ട് ആ വീട്ടിലേക്ക് ചെന്നപ്പോ അയാളുടെ പിഞ്ചു മക്കൾ, മൂത്ത മകൾ ഞങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞത്, എന്റെ ഉപ്പ സ്വർഗത്തിൽ പോയിരിക്കുന്നു എന്നാ. എന്താണ് സ്വർഗമെന്നും എന്താണ് നരകമെന്നും തിരിച്ചറിയാൻ കഴിയാത്ത ആ പ്രായത്തിൽ ആ കുഞ്ഞത് പറഞ്ഞപ്പോ പ്രിയമുള്ളവരെ കണ്ണു നിറഞ്ഞുപോയി. ഇതാണ് ജീവിതം. യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തി ദുനിയ. നിങ്ങൾ ഓടുന്ന ഓട്ടമുണ്ടല്ലോ, നിങ്ങളെ വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്ന പിടുത്തമുണ്ടല്ലോ, നിങ്ങളുടെ ആഗ്രഹങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ വിദ്വേഷങ്ങളുണ്ടല്ലോ, നിമിഷത്തിന്റെ വ്യത്യാസത്തിൽ അള്ളാഹു തകിടം മറിച്ചു കളയും. യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തി ദുനിയ. നിങ്ങൾ കാണുന്ന ജീവിതമല്ല ഐഹികമായ ജീവിതം. ഇതൊക്കെ കാണുമ്പോ കേൾക്കുമ്പോ നമ്മൾ വിചാരിക്കുന്നത് എന്റെ കുടുംബത്തിലല്ലാതെ മറ്റെവിടെയും ഇത് വരാൻ സാധ്യതയുണ്ട് എന്നാണ്. നമ്മിലേക്ക് വന്നു കയറുമ്പോൾ മാത്രമേ പടച്ചവനെ ഇതാണല്ലോ പലരുടെയും ജീവിതത്തിൽ സംഭവിച്ചു എന്ന് ഞാൻ അറിഞ്ഞിരുന്നത്. എവിടെ എന്റെ സമ്പത്ത്, എവിടെ എന്റെ മക്കൾ, എവിടെ എന്റെ കുടുംബം? നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. നമ്മൾ നിലവിളിക്കും. ആരാലും പരിരക്ഷിക്കപ്പെടാനില്ലാതെ, നേടിയതൊന്നും ഗുണകരമാവാതെ, 10 മക്കളുള്ള ഒരു ഉപ്പയും ഉമ്മയും, 10 മക്കളുള്ള ഉപ്പയും ഉമ്മയും, 5 ആണും 5 പെണ്ണുമാണ്. അള്ളാഹു പക്ഷഭേദം കാണിച്ചില്ല. 5 ആണിനെയും 5 പെണ്ണിനെയും കൊടുത്തു. അവരെയൊക്കെ വളർത്തി വലുതാക്കി. മക്കൾക്കൊക്കെ ജോലിയായി. നഗരങ്ങളിലേക്കും പട്ടണങ്ങളിലേക്കും അവർ ചേക്കേറി. അവർക്ക് കുടുംബമായി. അവരൊക്കെ വളർന്നു വലുതായപ്പോ ഉപ്പയും ഉമ്മയും വീട്ടിൽ ഒറ്റയ്ക്കായി. ആരും അവരുടെ കാര്യം ചോദിക്കാനില്ല. ആണ്ടിലൊരിക്കലോ മാസത്തിലൊരിക്കലോ ഉപ്പയെയും ഉമ്മയെയും കാണാൻ വരുന്ന മക്കൾ ഏതാനും മിനിറ്റുകൾ ചിലവഴിച്ച് മടങ്ങിപ്പോകും. ബിസിയാണ് അവരൊക്കെ. ആ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ആഗ്രഹമുണ്ട് പെറ്റുപോറ്റി വളർത്തി വലുതാക്കിയ ആണും പെണ്ണും ഒരു മണിക്കൂർ തികച്ചെന്ന് അടുത്തിരിക്കണമെന്ന്. പക്ഷേ അവരൊക്കെ തിരക്കിലാണ്. അവസാനം പാചകം ചെയ്ത് ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത അത്രമാത്രം ദുരിതത്തിലേക്ക് പ്രായാധിക്യം കൊണ്ട്, രോഗം കൊണ്ട് ആ ഉപ്പയും ഉമ്മയും എത്തിയപ്പോ മക്കൾ അവരെ അവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ഉമ്മയെയും ഉപ്പയെയും വേറെ വേറെയാക്കി. 68 കൊല്ലം ഒരു ദിവസം പോലും പിരിയാതെ ജീവിച്ച ഉപ്പയെയും ഉമ്മയെയും അറുത്തു മുറിച്ചു അവർ. ഉപ്പയെ ഭാഗിച്ചു, ഉമ്മയെ ഭാഗിച്ചു. 2ഇടത്തേക്ക് കൊണ്ടുപോയി. ഉപ്പയും ഉമ്മയും കണ്ണിൽ എണ്ണയൊഴിച്ചതുപോലെ കാത്തിരിക്കും. ഉമ്മയുടെ അടുത്ത് നിന്ന് ആരെങ്കിലും ഉപ്പയുടെ വീട്ടിലേക്ക് വന്നാൽ ഓടിച്ചെല്ലും ആ വൃദ്ധൻ. എന്നിട്ട് ചോദിക്കും, എങ്ങനെയുണ്ട് ഉമ്മയ്ക്ക്? സുഖമാണോ ഉമ്മയ്ക്ക്? അതൊക്കെ അനുഭവിക്കുമ്പോൾ മാത്രമേ പ്രയാസം അറിയൂ പ്രിയമുള്ളവരെ. നേർക്കുനേരെ കാണുമ്പോഴേ നമുക്കതിന്റെ ദുരിതമറിയൂ. കേൾക്കുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല. അവസാനം ആ ഉപ്പ മരിക്കാൻ കിടക്കുമ്പോ ഉപ്പയുടെ ഏറ്റവും വലിയ ആഗ്രഹം തന്റെ ആദ്യത്തെ മകനെ ഒന്ന് കാണണമെന്ന, മൂത്ത മകനെ കാണണമെന്ന. ആരെയൊക്കെയോ പറഞ്ഞയച്ചു. 2-3 തവണ ആളിനെ പറഞ്ഞയച്ചു, എനിക്കൊന്ന് കാണണം എന്റെ മൂത്ത മകനെ. അപ്പോ ആ ഉപ്പയുടെ മനസ്സിലേക്ക് കടന്നുപോയ ചിന്ത എന്തായിരിക്കും? കൊച്ചു കുഞ്ഞിനെ പാതയോരത്തുകൂടി വയൽ വരമ്പിലൂടെ ആ ഇളം കൈയിൽ പിടിച്ച് പിച്ച വെച്ച് നടത്തിക്കുന്ന ആ ഉപ്പയുടെ ചിത്രമായിരിക്കും, തന്റെ ചെറുപ്പത്തെ ചിത്രമായിരിക്കും ആ ഉപ്പയുടെ മനസ്സിലേക്ക് പോയത്. ഉള്ളം കൈയിലിട്ട് താരാട്ടിപ്പാടി ഉറക്കിയ ആ മകൻ പറഞ്ഞ മറുപടി എനിക്ക് സമയമില്ല എന്നായിരുന്നു. വെറും ഒരു പ്രഭാഷണത്തിന്റെ പ്രൗഢിക്ക് വേണ്ടി പറയുന്നൊരു കഥയല്ല പ്രിയമുള്ളവരെ, സത്യസന്ധമായി നടന്നൊരു സംഗതിയാണ്. മൂപ്പിലാന് വേറെ പണിയില്ലേ എന്നാണ്
വന്നു പറഞ്ഞ ഒരാളിനോട് ചോദിച്ചത്. ഞാൻ ചെന്ന് അടുത്തിരിക്കണം എത്രേ, കൊച്ചുപിള്ളയാണോ, കൊച്ചു കുഞ്ഞാണോ, എനിക്കൊരുപാട് തിരക്കുണ്ട്. താൻ ജനിപ്പിച്ച് വളർത്തിയ തന്റെ മകനെ ഒന്ന് കാണണമെന്ന ആഗ്രഹം പോലും ബാക്കി വെച്ചുകൊണ്ട് ആ ഉപ്പ മരിച്ചു മണ്ണടിയുമ്പോ എന്തു കിട്ടി 10 മക്കളെ കൊണ്ട്? 10 മക്കൾ അനുഗ്രഹമാണല്ലേ? മക്കൾ അനുഗ്രഹമാണ്, അത് നിഅമത്താണ്. ആ നിഅമത്തിൽ അള്ളാഹുവിന്റെ ബർക്കത്തുണ്ടായില്ല. നിഅമത്തും ബർക്കത്തും രണ്ടാണ്. ജീവിതം അള്ളാഹുവിന് സമർപ്പിക്കുമ്പോഴാണ് ആ നിഅമത്തിൽ നിന്ന് നമുക്ക് ബർക്കത്തുണ്ടായി മാറുന്നത്. ഖുർആൻ അങ്ങനെയാ പറയുന്നത്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അത് നിങ്ങൾ അള്ളാഹുവിന് നന്ദി കാണിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരുന്ന ലനസീദന്നക്കും എന്നാ ഖുർആൻ പറയുന്നത്. ലൈൻ ശക്കറത്തും ലഅസീദന്നക്കും, നിശ്ചയം നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ, അങ്ങനെ നന്ദി കാണിച്ചുകൊണ്ട് ജീവിതം, നിങ്ങളുടെ അനുഗ്രഹങ്ങൾ ജീവിതത്തിലേക്ക് ലഭിച്ചതിനെയൊക്കെ നന്ദിയോടുകൂടി അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് സമർപ്പിക്കാൻ സന്നദ്ധമായാൽ ലഅസീദന്നക്കും, നിങ്ങൾക്കത് ഭൂമിയിൽ സ്ഥിരപ്പെടുത്തി തരും, നീട്ടിത്തരും, വർദ്ധിപ്പിച്ചു തരും, പരലോകത്തേക്ക് കൂടി നീട്ടിയിട്ട് തരും. അങ്ങനെ ഖുർആൻ പറയുന്നത്. അതല്ല വലയിൻ കഫർത്തും, അങ്ങനെ കുഫ്ർ ചെയ്യുകയാണ് നിങ്ങളെങ്കിൽ. കുഫ്ർ ചെയ്യുന്നു എന്ന് പറയുമ്പോ നമ്മളൊക്കെ വിചാരിക്കാറുള്ളത് കാഫിറാകണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് അബൂജഹലോ അബൂലഹബോ എങ്കിലും ആയാലേ കാഫിറാവൂ എന്നാണ്. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത് അങ്ങനെ അല്ല എന്ന് തെളിയിക്കുന്നതാണ്. മാത്രമല്ല ഖുർആൻ പറയുന്നത് കാഫിറിനെ കുറിച്ച് ഖുർആൻ പറയുന്നത് ആരാണ് കാഫിർ എന്ന് പറയുമോ? ഖുർആൻ പറയാം, യതമത്തഊന വയഅകുലൂന കമാ തഅകുലുൽ അൻആം ഫഅമ്മല്ലദീന കഫറു. അപ്പോൾ ആരാണ് ഈ കാഫിറുകൾ എന്നറിയുമോ? കാഫിർ എന്ന് പറഞ്ഞാൽ ആരാണ് നിങ്ങൾക്കറിയുമോ? ഖുർആൻ ചോദിക്കുക. യതമത്തഊന, അവർ തമത്തു എടുക്കുന്നവരാ, സുഖിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാ, അസ്വസ്ഥതപ്പെടാൻ ഇഷ്ടപ്പെടുന്നില്ല. അത് ദീനിന്റെ പേരിലായിരുന്നാലും ദുനിയാവിന്റെ പേരിലായിരുന്നാലും അസ്വസ്ഥതയും പ്രയാസവും അവർക്ക് ഇഷ്ടമല്ല. അവരെപ്പോഴും സുഖം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവരാ. യഅകുലൂന കമാ തഅകുലുൽ അൻആം, കന്നുകാലികളുടെ ഭക്ഷണത്തിന് ക്രമമുണ്ടല്ലോ, രീതിശാസ്ത്രമുണ്ടല്ലോ. ആരെന്ത് കഴിച്ചു എന്ന് എനിക്കറിയേണ്ടതില്ല, എന്റെ കാര്യം എനിക്ക് കഴിക്കണം. ഇതാണ് കന്നുകാലികളുടെ ഭക്ഷണത്തിന്റെ രീതിശാസ്ത്രം. തൊട്ടടുത്ത് നിൽക്കുന്ന അവൻ കഴിച്ചോ കഴിച്ചില്ലയോ എന്ന് എനിക്ക് അറിയേണ്ടതില്ല. എന്റെ മുന്നിലുള്ളത് എത്രമാത്രം ഞാൻ കഴിക്കുന്നോ അത്രയും എന്റെ ഉള്ളിലായി. ഇതാണ് കന്നുകാലികളുടെ ഭക്ഷണത്തിന്റെ രീതിശാസ്ത്രം. യഅകുലൂന കമാ തഅകുലുൽ അൻആം, ഈ അൻആമിനെ പോലെ, കന്നുകാലികളെ പോലെ ഭക്ഷണം കഴിക്കുകയും സുഖം ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവർ, ഇവരാണ് കാഫിറിന്റെ അടിസ്ഥാന ലക്ഷണം കാണിക്കുന്നവർ എന്നാണ് ഖുർആൻ പറയുന്നത്. വിശുദ്ധ ഖുർആന്റെ പ്രവചനമാണ്, ഖുർആൻ മുന്നോട്ട് വെക്കുന്ന മുന്നറിയിപ്പാണ്. പ്രിയമുള്ളവരെ, ഇതൊക്കെ എന്തിനാ ഖുർആൻ പറയുന്നത്? ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ വിലയിരുത്തണം. നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ എണ്ണി നമ്മൾ നോക്കുക. നമ്മുടെ കൂട്ടത്തിൽ കച്ചവടക്കാരുണ്ടാകും. കച്ചവടക്കാർ പലരും വിചാരിക്കുന്നത് ചുറ്റുവട്ടത്തെ 5 പീടികൾക്കിടയിൽ ഒരു പീടികക്കാരനാ, അവന്റെ പീടികയ്ക്ക് കച്ചവടമുണ്ട്, ബിസിനസ് ഉണ്ട്. അയാൾ എന്താ വിചാരിക്കുന്നത്? എന്റെ കഴിവ് കൊണ്ടാണ് ഞാൻ ഈ ബിസിനസ് നേടിയെടുക്കുന്നത് എന്നാണ്. എന്റെ വൈദഗ്ധ്യം കൊണ്ടാണ്, കച്ചവടത്തിലെ തന്ത്രം കൊണ്ടാണ്, ഞാൻ ആളുകളോട് ഇടപെടുന്ന രീതി കൊണ്ടാണ്, എന്റെ സ്വഭാവത്തിലെ പ്രത്യേകത കൊണ്ടാണ് അയലത്തുകാരന്റെ പീടികയിലേക്ക് ആള് പോകാത്തതും എന്റെ പീടികയിലേക്ക് ആള് വരുന്നതും കച്ചവടം നടക്കുന്നതും. ആണോ? അല്ല. ഇവനേക്കാൾ മാന്യമായി ഇടപെടുന്ന, ഇവനേക്കാൾ വില കുറച്ചു കൊടുക്കുന്ന, ഇവനേക്കാൾ സ്വഭാവ മഹിമയുള്ള ആയിരക്കണക്കിന് ആളുകൾ പുറത്തുണ്ടാകുമ്പോഴാണ് അള്ളാഹുവിന്റെ ഫളില് അഥവാ നിഅമത്ത് കച്ചവടം എന്ന രൂപത്തിൽ അവരിലേക്ക് ചെന്നു ചേരുന്നത്. അത് സമർപ്പിക്കണമെന്ന് അള്ളാഹു പറയുന്നത്. അത് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് സമർപ്പിക്കണം. അപ്പോഴാണ് അവൻ മുസ്ലിമായി മാറുന്നത്. രാവിലെ സുബഹിക്ക് എഴുന്നേറ്റ് പള്ളിയിലേക്ക് പോകുന്നത് കൊണ്ട് മാത്രം ഒരാൾ മുസ്ലിം ആകുന്നു എന്ന് ധരിക്കേണ്ടതില്ല. അത് നിർബന്ധമായ മുസ്ലിം അനുഷ്ഠിക്കേണ്ട ആരാധന അനുഷ്ഠിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മുസ്ലിം ആയതിനു ശേഷമാണ് ആ ആരാധനകൾ ചെയ്യേണ്ടുന്നത്. അടിസ്ഥാനപരമായി ചെയ്യേണ്ടതൊന്നും ചെയ്യാതെ ആരാധനകളിലേക്ക് ചൂഴ്ന്നുകൂടുന്നവരായി നമ്മൾ മാറിപ്പോകരുത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് പെയ്തിറങ്ങുന്ന അനുഗ്രഹങ്ങൾ നിലനിൽക്കണമെങ്കിൽ അത് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് സമർപ്പിക്കാൻ നമ്മൾ തയ്യാറാകണം. അടുത്ത നിമിഷം ജീവിച്ചിരിക്കുമെന്ന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല. ആയിദൽ കർണി എന്ന പേരുള്ള ഒരു അറബി പണ്ഡിതനുണ്ട്. ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു വലിയ പണ്ഡിതൻ, ഡോക്ടർ ആയിദൽ കർണി. അദ്ദേഹത്തിന് ലാ തഹ്സൻ, ദുഃഖിക്കേണ്ടതില്ല, ഡോണ്ട് ബി സാഡ് എന്നൊരു പുസ്തകമുണ്ട്. വളരെ പ്രസിദ്ധമായ പുസ്തകമാണ്. ആ പുസ്തകത്തിൽ അദ്ദേഹം ഒരു നടന്ന ഒരു ചരിത്രം സൂചിപ്പിക്കുന്നുണ്ട്. ഈ 1980കളിൽ നടന്ന ഒരു സംഭവമാണ്. സിറിയയിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് വരുന്നൊരു ട്രക്ക്, പുല്ലുകയറ്റി വരുന്ന ട്രക്കാണ്. സിറിയയിൽ നിന്ന് പുല്ലുകയറ്റി സൗദി അറേബ്യയിലേക്ക് വരുന്ന ട്രക്കാണ്.
ആ ട്രക്ക് പകുതിയോളം കാലിയാണ്. കോരിച്ചൊരിയുന്ന മഴയത്താണ് ഹൈവേയിലൂടെ ചീറിപ്പാഞ്ഞ് വരുന്നത്. ഡ്രൈവർ ചീറിപ്പാഞ്ഞ് വണ്ടി ഓടിച്ചു വരുമ്പോ വഴിയരികിൽ മഴ നനഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ കൈ കാണിക്കുന്നു. അയാൾക്ക് ദൂരെ എവിടെയോ പോകേണ്ടതാണ്. വാഹനം കിട്ടാതെ വഴിയിൽപ്പെട്ടിരിക്കുകയാണ്. ഡ്രൈവർ വണ്ടി നിർത്തി, ആളിനെ കയറ്റി, പിന്നിൽ കയറാൻ പറഞ്ഞു. കോരിച്ചൊരിയുന്ന മഴയത്ത് മഴ നനഞ്ഞാണെങ്കിലും ശരി തന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയുമല്ലോ എന്ന വിശ്വാസത്തിൽ ആ മനുഷ്യൻ വാഹനത്തിൽ കയറി. അയാൾ പിന്നിൽ കയറി നോക്കുമ്പോൾ കാണുന്നത് ഈ പുല്ല് വെട്ടി വെച്ചിരിക്കുന്ന കെട്ടുകൾക്കിടയിൽ ഒരു ശവപ്പെട്ടി, പുതിയൊരു ശവപ്പെട്ടി വാങ്ങി വെച്ചിരിക്കുന്നു. ഒരു കൗതുകത്തിന് അയാളത് തുറന്നു നോക്കി. അയാൾക്കൊരാശയം തോന്നി, കുത്തിയൊഴുകുന്ന ഈ മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതിനുള്ളിൽ കിടന്നാലെങ്കിലും ആശ്വാസം ഉണ്ടാകുന്നെങ്കിൽ ആരും കാണുന്നില്ലല്ലോ. ആളുകൾക്ക് മുന്നിൽ ആളുകൾ കാണുമ്പോഴാണ് പലതും നമുക്ക് ഛേ എന്ന് തോന്നുന്നത്. ഒറ്റയ്ക്കാകുമ്പോൾ തോന്നാറില്ല. അയാൾ അതിനുള്ളിൽ മെല്ലെ സുഖമായി കിടന്നു. അതിന്റെ മൂടുപടം കൊണ്ട് അത് മൂടി വെച്ചു, അടപ്പ് കൊണ്ട് അടപ്പിട്ട് വെച്ചു. വാഹനം വീണ്ടും മണിക്കൂറുകളായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. മഴ തോരുന്നില്ല. അകത്ത് കിടന്ന ആൾ ഒന്ന് മയങ്ങിപ്പോയി. വഴിയിൽ വെച്ച് രണ്ടാമതൊരാൾ ഇതേ രൂപത്തിൽ കൈ കാണിച്ചു. ഡ്രൈവർ അവിടെയും വണ്ടി നിർത്തിക്കൊടുത്തു. പിന്നിലേക്ക് കയറാൻ പറഞ്ഞു. രണ്ടാമത്തെ വഴിയാത്രക്കാരനും ട്രക്കിന്റെ പിന്നിലേക്ക് കയറി. അവിടെ മറ്റൊരാൾ ഉണ്ട് എന്ന് അയാൾ അറിയുന്നില്ല. മണിക്കൂറുകൾ കഴിഞ്ഞു. പെട്ടിക്കുള്ളിൽ ഉറങ്ങിക്കൊണ്ടിരുന്ന ആൾ ഉറക്കമുണർന്നു. മഴ തീർന്നോ എന്നറിയാൻ മുകളിലത്തെ മൂടി കൈകൊണ്ടൊന്ന് പൊക്കിയിട്ട് ഒരു കൈ ഉയർത്തി വെളിയിലേക്ക് അയാൾ നോക്കി. രണ്ടാമത്തെയാൾ കാണുന്നത് ശവപ്പെട്ടിക്കുള്ളിൽ നിന്ന് ഒരു ശവം കൈയും ഉയർത്തി പുറത്തേക്ക് ഇറങ്ങി വരുന്നതാണ്. ഒരു നിമിഷത്തിന്റെ ആന്തലിൽ എന്ത് സംഭവിക്കുന്നു എന്നറിയാതെ പിന്നിലേക്ക് മലച്ച അയാൾ തലയുടെ പിൻഭാഗം ആ ഓടിക്കൊണ്ടിരുന്ന ട്രക്കിൽ നിന്ന് താഴെ റോഡിലേക്ക് അടിച്ചു വീണ തക്ഷണം മരിച്ചു എന്നാണ്. ഒരു പത്രവാർത്തയുടെ കട്ടിംഗ് ഉൾപ്പെടെയുള്ള ഒരു വിവരണമാണ് ആ പുസ്തകത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അതായത് ഒരു മനുഷ്യന്റെ മരണം, ജീവിതത്തിന്റെ ഗതിവേഗം എവിടെ വെച്ചാണ് തിരിയുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ആകസ്മികമായി ഉണ്ടാകുന്ന പല സംഭവങ്ങളും കൊണ്ടാണ് ജീവിതത്തിന്റെ പല ഗതിയും മാറിപ്പോകുന്നത്. പലരും അങ്ങനെയാ. അപ്പൊ നമ്മൾ മാത്രം അതിൽ നിന്ന് മോചിതരാകുമെന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല. ഏത് നിമിഷവും നമ്മുടെ ഈ ജീവിതത്തിന്റെ ഗതി മാറാൻ സാധ്യതയുണ്ട്. നമ്മളിപ്പോ ജീവിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ, ഇതേ സാമ്പത്തിക രീതിയിൽ, ഇതേ കുടുംബ പശ്ചാത്തലത്തിൽ, അതല്ലെങ്കിൽ ഇത്തരം ഒരു സ്റ്റാറ്റസിൽ നമ്മൾ മരിക്കുമെന്ന് പറയാൻ കഴിയില്ല. നാളെ എന്താണ് നമ്മുടെ അവസ്ഥ എന്ന് അള്ളാഹുവിന് മാത്രമല്ലാതെ ആർക്കും അറിയാൻ കഴിയില്ല. അപ്പോ നഷ്ടപ്പെടുന്ന നിമിഷങ്ങളൊക്കെയും നമ്മെ സംബന്ധിച്ചിടത്തോളം അത് എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോവുകയാണ്, ഒരിക്കലും തിരിച്ചു കിട്ടാത്ത രൂപത്തിൽ. അത് ഉപയോഗപ്പെടുത്തുന്നവനാണ് വിശ്വാസി എന്നാണ്. ഈ ദുനിയാവ് നഷ്ടപ്പെടുത്തണമെന്ന് അള്ളാഹു പറയുന്നില്ല, എങ്ങും പറയുന്നില്ല. പക്ഷേ അള്ളാഹു പറയുന്നത് ഈ ദുനിയാവിനെ ആഖിറവുമായി സമന്വയിപ്പിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കണമെന്ന്. ഈ ദുനിയാവിനെ ആഖിറവുമായി നിങ്ങൾ സമന്വയിപ്പിക്കണം. ദുനിയാവിനെ ദുനിയാവിന്റെ വഴിക്കും ആഖിറത്തിന്റെ വഴിയിലേക്കുമല്ല. ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും. അങ്ങനെ നമ്മുടെയൊക്കെ പലപ്പോഴും ജീവിതം. ആരാധനകൾ അള്ളാഹുവിന്, ദുനിയാവിന്റെ ഇടപെടലുകൾ നമുക്ക്. ആരാധനകളും അനുഷ്ഠാനങ്ങളും, നോമ്പും സക്കാത്തും ഹജ്ജും നമസ്കാരങ്ങളും അതൊക്കെ അള്ളാഹുവിന്. ജീവിതത്തിന്റെ ഇടപാടുകൾ, പെരുമാറ്റങ്ങൾ, സംസ്കാരങ്ങൾ, സമ്പത്ത്, ഇതൊക്കെ നമുക്ക്. അങ്ങനൊന്നില്ല പ്രിയമുള്ളവരെ. ദീനിനെ, ദുനിയാവിനെ ദീനുമായി സമന്വയിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന് സമർപ്പിക്കണം. നിങ്ങൾക്ക് ആസ്വദിക്കാം, നിങ്ങൾക്ക് പ്രകടിപ്പിക്കാം, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളൊക്കെ ആസ്വദിക്കാം, ആ അനുഗ്രഹങ്ങളൊക്കെ പ്രകടിപ്പിക്കാം. അതിനൊന്നും ഇസ്ലാം ഒരു തെറ്റും പറയുന്നില്ല. പക്ഷേ അത് ആത്യന്തികമായി അള്ളാഹുവിന് സമർപ്പിച്ചിട്ടായിരിക്കണം നിങ്ങൾ ആസ്വദിച്ചേക്കേണ്ടത് എന്നാണ്. അങ്ങനെയാ ഖുർആൻ പറയുന്നത്. അല്ലാത്ത ആളുകളെ കുറിച്ചാണ് പറഞ്ഞത്. വല്ലദീന കഫറു യതമത്തഊന വയഖുലൂന കമാ തഅകുലുൽ അൻആം. അതല്ലാത്ത ആളുകളെ കുറിച്ചാണ് ഖുർആനിന്റെ ഈ ആയത്ത്. ആഖിറവുമായി ദുനിയാവിനെ സമർപ്പിക്കാത്ത ആളുകളെ കുറിച്ചാണ്. ഖുർആൻ ഒന്നുകൂടി പറയുന്നുണ്ട്, ഇൻഫിറു ഖിഫാഫൻ വസിക്കാല. നിങ്ങൾ വിചാരിക്കും ജീവിതത്തിൽ നല്ല സൗകര്യങ്ങളും സുഖവും ഒക്കെ ഉള്ളപ്പോഴാണ് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജീവിതത്തെ സമർപ്പിക്കേണ്ടത്. ദുരിതവും പ്രയാസവും ഉണ്ടാകുമ്പോ അള്ളാഹു ചില എക്സ്ക്യൂസ് തരുമെന്നാണ്. അങ്ങനല്ല ഖുർആൻ പറയുന്നത്. നിങ്ങൾക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന അവസ്ഥ എന്താണോ അതനുസരിച്ച് ഇൻഫിറു ഖിഫാഫൻ വസിക്കാല. ജീവിതത്തെ ലാഘവത്തോടുകൂടി നിങ്ങൾക്ക് തോന്നുമ്പോഴും, ഇതേ ജീവിതത്തെ ഭാരമുള്ളതായി നിങ്ങൾക്ക് തോന്നുമ്പോഴും
നിങ്ങൾ അള്ളാഹുവിന് സമർപ്പിച്ചുകൊണ്ടേയിരിക്കണം. ആ സമർപ്പണത്തിന്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിയാൻ പാടില്ല എന്നാണ്. ഞാൻ പറഞ്ഞില്ലേ, സഹാബിമാരെ സംബന്ധിച്ചിടത്തോളം സ്വർഗം എന്നത് ഹരമായിരുന്നു അവർക്ക്. പ്രവാചകന്റെ വിളി കേൾക്കുമ്പോൾ റബ്ബിക്കും ജന്നത്തുൻ അർളു വസ്സമാവാതി വൽ അർള് എന്ന വിളി കേട്ടപ്പോ കയ്യിലിരുന്ന കാരക്കയുടെ ചീന്ത് പോലും വലിച്ചെറിഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് ചാടിപ്പുറപ്പെട്ട സ്വഹാബിമാർ, അവരെയാണ് ഖുർആൻ മാതൃകാ പുരുഷന്മാരായി കാണിക്കുന്നത്. അവരെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നത്. നമസ്കാരം കഴിഞ്ഞ് മഗ്രിബ് കഴിഞ്ഞപ്പോ നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ലേ, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ഈ ഭൂമിയിൽ നീ ഞങ്ങൾക്ക് ഹസനത്ത് നൽകണേ, പരലോകത്ത് നീ ഞങ്ങൾക്ക് ഹസനത്ത് നൽകണേ. ഈ സ്വഹാബിമാർ, ഈ ത്യാഗം സഹിച്ച സ്വഹാബിമാർ, അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് നമ്മളും പ്രാർത്ഥിക്കുന്നത്. നമുക്കതിന് യോഗ്യതയുണ്ടോ പ്രാർത്ഥിക്കാൻ? യോഗ്യതയുണ്ടോ നമുക്ക്? ഖുർആൻ ചിലയിടങ്ങളിലൊക്കെ യോഗ്യതയെ ചോദ്യം ചെയ്യുന്നുണ്ട്. യോഗ്യതയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ സ്വയം ചോദിക്കുക, നമുക്ക് യോഗ്യതയുണ്ടോ? ആരായിരുന്നു ഈ പ്രാർത്ഥന നടത്തിയിരുന്നത്? യുദ്ധക്കളത്തിൽ വെച്ച് പ്രവാചകന്റെ വിളിയാളത്തിന് ഉത്തരം ചെയ്തുകൊണ്ട് കൂട്ടുകുടുംബാദികളെ പോലും ഓർക്കാതെ കയ്യിൽ കിട്ടിയ ആയുധങ്ങളും എടുത്ത് യുദ്ധത്തിലേക്ക് ചാടിയിറങ്ങിയിരുന്ന ആളുകൾ, ആ ആളുകൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് നമ്മളും പ്രാർത്ഥിക്കുന്നത്. ഖുർആൻ ഒന്നുകൂടി പറയുന്നുണ്ട്, ഇല്ലാ തൻഫിറു, ഈ മാർഗങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ട് ഇതേ രൂപത്തിൽ സമർപ്പിക്കുവാൻ, ജീവിതം സമർപ്പിക്കുവാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ, അങ്ങനെ പരിശ്രമിക്കാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ യുഅദ്ദിബുക്കും അദാബൻ അലീമ, ഇഹലോകത്തും പരലോകത്തും നിങ്ങൾക്ക് അല്ലാഹുവിന്റെ കഠിനമായ ശിക്ഷയുണ്ടാകും, നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക. വയസ്തബദിലൂന ഖൗമൻ ഗൈറക്കും, അവിടെയാണ് ഖുർആൻ പറഞ്ഞ ഏറ്റവും പ്രസക്തമായ ഒരു സംഗതി. നമ്മൾ കേൾക്കാത്ത ആയത്തൊന്നും ഖുർആനിലില്ല, നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരു ആയത്തും ഖുർആനിലില്ല. തലമുറകളായി ഈ ആയത്തുകളൊക്കെ തന്നെയാണ് ഖുർആൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഖുർആൻ പറഞ്ഞത് വയസ്തബദിലൂന, ബദലായി അള്ളാഹു കൊണ്ടുവരും, ഖൗമൻ ഗൈറക്കും, നിങ്ങളല്ലാത്ത വേറൊരു സമുദായത്തെ ഇവിടെ കൊണ്ടുവരും. എന്നിട്ടോ അവർ അള്ളാഹുവിന്റെ ജീവിതം അങ്ങ് സമർപ്പിക്കും, അള്ളാഹുവിന്റെ തൃപ്തി അവർ വാങ്ങും, പൊരുത്തം അവർ വാങ്ങും. അവരുടെ അടുത്ത തലമുറ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. നമ്മുടെ മുൻഗാമികൾ ഇത്തരത്തിൽ പകരമായി വരപ്പെട്ട സമുദായമായിരുന്നു പ്രിയമുള്ളവരെ. നമ്മുടെ മുൻഗാമികൾ ഇത്തരത്തിൽ പകരമായി കൊണ്ടുവരപ്പെട്ട സമുദായമായിരുന്നു. നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ അത്? അതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. മക്കളെ ദുനിയാവിലേക്ക് മാത്രം ചേർത്ത് പിടിച്ച് വളർത്തുന്ന നമ്മൾ, നമ്മുടെ രക്ഷകർത്തൃത്വം എത്രമാത്രം ഇസ്ലാമിന് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട് എന്ന് ആലോചിക്കണം. രാവിലെ കുട്ടിയെ ട്യൂഷന് വിടുന്ന സമയം മുതൽ, സ്കൂൾ മുതൽ, സ്പെഷ്യൽ ട്യൂഷൻ മുതൽ, അവന്റെ ദുനിയാവിന്റെ കാര്യത്തിൽ ബദ്ധശ്രദ്ധാലുക്കളായിരിക്കുന്ന മാതാപിതാക്കൾ ആലോചിക്കേണ്ടതുണ്ട്, മക്കളെന്ന നിഅമത്ത് എങ്ങനെയാണ് ചിലവഴിച്ചിരിക്കുന്നത് എന്ന്, എന്ത് പ്രതീക്ഷിച്ചിട്ടാണ് ഈ മക്കളെ വളർത്തുന്നത് എന്ന്. നേരത്തെ സൂചിപ്പിച്ച ആ 10 മക്കളുള്ള ഉപ്പ നമ്മൾ സ്നേഹിച്ച പോലെ തന്നെയാ ഞാനും നിങ്ങളും നമ്മുടെ മക്കളെ സ്നേഹിക്കുന്ന പോലെ തന്നെയാ ഉപ്പയും സ്നേഹിച്ചത്. നമുക്ക് എത്രയോ അനുഭവങ്ങളുണ്ട് പ്രിയമുള്ളവരെ. ഞാൻ വിദേശത്ത് ജോലി ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരു അനുഭവം കൂടി പറയാം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനിക്കപ്പെടുന്നത് സ്വന്തമായി ഉണ്ടാകുന്ന അനുഭവങ്ങളാണല്ലോ. ഒരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ കമ്പനിയുടെ പോളിസി 30 വയസ്സ് കഴിഞ്ഞ ഒരാളിനെ ആ കമ്പനി ജോലി കൊടുത്തെടുക്കാറില്ല. ജോലിക്ക് ഒരാൾ ജോയിൻ ചെയ്താൽ അയാളുടെ 60ാമത്തെ വയസ്സിൽ അവിടെ നിന്ന് റിട്ടയർമെന്റ് ആണ്, ആനുകൂല്യങ്ങൾ വാങ്ങി പിരിഞ്ഞു പോകാം. സർക്കാർ സർവീസിൽ ജോയിൻ ചെയ്യുന്നത് പോലെയുള്ള ഒരു കമ്പനിയാണ്. അതിനിടയ്ക്ക് വെച്ച് പിരിഞ്ഞു പോകാൻ താല്പര്യമുള്ളവർക്ക് പിരിഞ്ഞു പോകാം. അതല്ലെങ്കിൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഉണ്ടെങ്കിൽ കമ്പനി ഒഴിവാക്കും. ഇത് രണ്ടും സംഭവിച്ചില്ല, ആള് മരിച്ചും പോയില്ലെങ്കിൽ 60 വയസ്സ് വരെ അവിടെ തുടരാം. അതാണ് കമ്പനിയുടെ പോളിസി. അവിടെ വൃദ്ധനായ ഒരു മനുഷ്യൻ, 64-65 വയസ്സുള്ള ഒരു മനുഷ്യൻ ജോലിക്ക് വന്നു. പുതിയ വിസയിൽ പുതിയ കുട്ടികൾ ജോലിക്ക് വന്ന പുതിയ കുട്ടികൾക്ക് അത്ഭുതപ്പെട്ടു. എന്തേ കമ്പനിയുടെ പോളിസി ഇങ്ങനെ? ഇതല്ലല്ലോ പോളിസി. ഈ വൃദ്ധൻ എങ്ങനെ ജോലി കിട്ടി? അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോ ഒരു വലിയ ചരിത്രം അതിന്റെ പിന്നിലുണ്ട്. ആ മനുഷ്യൻ 18 വയസ്സിൽ ആ കമ്പനിയിൽ വന്ന് 60 വയസ്സുവരെ ആ കമ്പനിയിൽ ജോലി ചെയ്ത് അവിടുത്തെ മുഴുവൻ ആളുകളുമായി ബന്ധം സ്ഥാപിച്ച് പിരിഞ്ഞുപോയ ഒരാളാണ്. ഒരു വലിയ എമൗണ്ട് സർവീസ് മണിയും വാങ്ങി പിരിഞ്ഞുപോയ മനുഷ്യനാണ്. അയാൾ എന്തിനു വീണ്ടും വന്നു? ഇത് വല്ലാത്തൊരു കഥയായിരുന്നു പ്രിയമുള്ളവരെ. ഉപ്പയും ഉമ്മയുമായ നമ്മളൊക്കെ ആലോചിക്കേണ്ടുന്നതാ. മക്കളൊക്കെ സ്നേഹനിധികളല്ല എന്നല്ല ഈ പറയുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന പലതും തിരിച്ചു കിട്ടാതാകുമ്പോ, നിരാശ ബാധിക്കുമ്പോ, അള്ളാഹുവിന്റെ മുന്നിൽ പോലും
നമുക്കിത് പരാതി പറഞ്ഞ് കരയാൻ നമുക്ക് സാധിക്കാത്തൊരവസ്ഥ ഉണ്ടാകുമെന്ന് നമ്മൾ ആലോചിക്കണം. വല്ലാത്തൊരു ദുര്യോഗമാണ്. പടച്ചതമ്പുരാന്റെ മുന്നിൽ നിന്ന് പൊട്ടിക്കരയാൻ പോലും കഴിയാത്തൊരവസ്ഥ. ഈ മനുഷ്യന് ഒരൊറ്റ മകളാണ് ഉണ്ടായിരുന്നത്, ഒരേ ഒരു മകൾ. ആ മകളെ പഠിപ്പിച്ചു, ജോലിക്കാരിയാക്കി, സെയിൽ ടാക്സിലെ ഉന്നത ഉദ്യോഗസ്ഥരെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. സുഖകരമായ ജീവിതം, എല്ലാവർക്കും അസൂയ. എല്ലാ സമ്പത്തും സമ്പാദിച്ച മുഴുവനും ഈ മകൾക്ക് എഴുതി കൊടുത്തു. പലരും പറഞ്ഞു, എല്ലാം അങ്ങനെ മകൾക്ക് എഴുതി കൊടുക്കരുത്, താങ്കളുടെ പേരിൽ അല്പമെങ്കിലും ബാക്കിയിട്ടേക്കണം, ഒരു അടിയന്തര ഘട്ടം വരുമ്പോ വേണ്ടതില്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഓമനിച്ചു വളർത്തുന്ന എന്റെ കരളിന്റെ കഷ്ടമായ എന്റെ മകൾ, അവൾക്കല്ലാതെ ഞാൻ ആർക്കാ അത് കൊടുക്കുക? അവൾ എന്നെ സംരക്ഷിച്ചില്ലെങ്കിൽ ലോകത്തിൽ പിന്നെ ആരാ എന്നെ സംരക്ഷിക്കുക? എനിക്കൊരു ശങ്കയുമില്ല എന്റെ മകൾക്ക് കൊടുക്കാൻ. എഴുതി കൊടുത്തു. ഒരു കുഴപ്പമുണ്ടായില്ല. മകളും മരുമകനും എറണാകുളത്ത് ഒരു മുന്തിയ ഫ്ളാറ്റിലാണ് താമസം, അദ്ദേഹത്തിന്റെ ജോലി ആവശ്യാർത്ഥം. ഇവിടെ ഈ വെച്ചിരിക്കുന്ന 2 നില വീടിൽ ഭാര്യ ഒറ്റയ്ക്കായപ്പോ 60 വയസ്സായ ആ മനുഷ്യൻ വീണ്ടും തുടർന്ന് ജോലി ചെയ്യാതെ റിട്ടയർമെന്റ് വാങ്ങി ആനുകൂല്യങ്ങളും വാങ്ങി നാട്ടിലേക്ക് വന്നു. അങ്ങനെ ജീവിച്ചിരിക്കുകയാണ്. 1-2 കൊല്ലം കഴിഞ്ഞു. ഭാര്യയ്ക്ക് കലശലായ വയറുവേദനയാണ്, അസുഖം മാറുന്നില്ല. കുറെ ഹോസ്പിറ്റലുകളിൽ പോയി. അവസാനം ഏതോ ഒരു ആശുപത്രിയിൽ വെച്ച് കണ്ടുപിടിച്ചു ഭാര്യയ്ക്ക് ക്യാൻസറാണ്. ഒരുപാട് പണം ചിലവഴിച്ചു. പക്ഷേ 2 വർഷത്തെ നിരന്തരമായ ദുരിതത്തിനൊടുവിൽ വേദന ഇല്ലാത്ത ലോകത്തേക്ക് ആ ഉമ്മ മടങ്ങിപ്പോയി. അള്ളാഹുവിന്റെ അടുത്തേക്ക്, പരലോകത്തേക്ക് ആ ഉമ്മ യാത്രയായി. ആ ഉപ്പ ഒറ്റയ്ക്ക് വീട്ടിലായി. 64 വയസ്സുള്ളൊരു വൃദ്ധൻ, ഒരു ജോലിക്കാരി മാത്രം വീട്ടിലുണ്ട്. രാവിലെ ജോലിക്കാരി വരും, ഭക്ഷണം വെക്കും, ഫ്രീസറിൽ വെക്കും, അവർ പോകും. പിന്നെ ഫ്രീസറിൽ നിന്നെടുത്ത് ഇത് ചൂടാക്കി ഉപ്പ കഴിക്കണം, രാത്രി ഒറ്റയ്ക്ക് കിടന്നുറങ്ങണം. 1 കൊല്ലം കൊണ്ട് ആ ഉപ്പ 90 വയസ്സുള്ള ഒരാളിനെ പോലെയായി. മകൾ എന്നെങ്കിലും ഒരിക്കൽ, മാസത്തിലൊരിക്കൽ വരും. ആദ്യമൊക്കെ ആഴ്ചയിൽ വരുമായിരുന്നു, പിന്നെ മാസത്തിലൊരിക്കൽ. ആരും ഉപ്പയെ പരിചരിക്കാനില്ല, അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ ചോദിച്ചറിയാൻ ആരുമില്ല. എന്താ ഈ മനുഷ്യൻ ഇത്രയും കൊല്ലം ചിലവഴിച്ചത്? ഇതിനായിരുന്നോ? വല്ലാത്ത നിരാശ തോന്നി. ആരൊക്കെയോ അദ്ദേഹത്തെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. അധികം പ്രായമൊന്നുമില്ല, 64 വയസ്സേ ഉള്ളൂ. ഒരു വിധവയായ, ഒരു ദരിദ്രയായ ഒരു സ്ത്രീ, ആ സ്ത്രീയെ ഇദ്ദേഹത്തെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. വിവാഹം കഴിഞ്ഞതോടുകൂടി ബന്ധുക്കളൊക്കെ പുകിലാക്കി. മകളുടെ അഭിമാനം താഴെ വീണ് ഉടഞ്ഞു പോയിരിക്കുന്നു. മരുമകൻ ആ നാട്ടിലേക്ക് വരാൻ കഴിയുന്നില്ല, അഭിമാനക്ഷതമായത്രേ. അവസാനം ഒരിക്കൽ ആ മകൾ വീട്ടിലേക്ക് വന്നിട്ട് ഉപ്പയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, ഉപ്പ, എന്റെ ഭർത്താവിന് അന്യൊരാളിന്റെ അടുത്തേക്ക് എന്നെ ഉപ്പ പറഞ്ഞു അയച്ചിരിക്കുകയാണ്. ഉപ്പയാണ് എനിക്ക് ഈ ഭർത്താവിനെ കണ്ടെത്തി തന്നത്. ഈ ഭർത്താവിന് ഇഷ്ടമില്ല ഉപ്പയും ഉപ്പയുടെ പുതിയ ഭാര്യയും ഇവിടെ താമസിക്കുന്നത്. ഇതെന്റെ പേരിലുള്ള വീടാണ്, ഇവിടെ താമസിക്കാൻ പറ്റില്ല എന്നാണ് ഭർത്താവ് പറയുന്നത്. എനിക്കത് നോക്കിയേ പറ്റൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഉപ്പ ഇവിടെ ഒന്ന് മാറിത്തരണം. 40-45 കൊല്ലം അധ്വാനിച്ച ആ വീടും ആ സമ്പത്തും എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ ആ ഉപ്പ ഇട്ടെറിഞ്ഞിട്ട് പുറത്തൊരു വാടക വീട് തേടി പോവുകയാണ്. എന്നിട്ട് ജോലി അന്വേഷിക്കുന്നു, ജീവിക്കണ്ടേ? 65 വയസ്സുള്ള വൃദ്ധന് ആര് ജോലി കൊടുക്കാനാ? എന്ത് ജോലി കിട്ടാനാ? പട്ടിണിയും പരിവട്ടവുമായപ്പോ ഈ മനുഷ്യൻ വീണ്ടും ജോലി ചെയ്ത കമ്പനിയുടെ HR മാനേജർക്ക് ഒരു കത്തെഴുതുന്നു, സാർ സഹായിക്കണം, ഞാൻ മരിച്ചു പോകും പട്ടിണി കിടന്ന്, ഒരു തൂപ്പ് ജോലിയെങ്കിലും എനിക്ക് കമ്പനിയിൽ തരണം. അങ്ങനെ സ്പെഷ്യൽ വിസ ഇഷ്യൂ ചെയ്താണ് ഈ മനുഷ്യനോട് വന്നിരിക്കുന്നത്. എവിടെ അനുഗ്രഹങ്ങൾ? അനുഗ്രഹങ്ങളിൽ ബർക്കത്തുണ്ടായില്ല. എന്തേ ബർക്കത്തുണ്ടാകാഞ്ഞത്? അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് സമർപ്പിച്ചില്ല. സമ്പത്തും മക്കളും, അങ്ങനെ മുഴുവൻ അനുഗ്രഹങ്ങളും ഇത് സമർപ്പിക്കാഞ്ഞാൽ ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ ഭൂമിയിൽ വെച്ച് ചോദ്യം ചെയ്യാതെ അള്ളാഹു നമ്മെ വിളിക്കുകയില്ല. ഇവിടെ ജീവിക്കുന്ന ആളുകൾക്ക് ചില ദൃഷ്ടാന്തങ്ങൾ നൽകുന്നതിനായി ചിലരെയൊക്കെ അള്ളാഹു തെരഞ്ഞെടുക്കും. അത്തരത്തിൽ അപകടകരമായ രൂപത്തിൽ, പതിതമായ രൂപത്തിൽ അള്ളാഹു തെരഞ്ഞെടുക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതിരിക്കട്ടെ. എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ ജീവിതം നമ്മളൊന്ന് പരിശോധിക്കുക. ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്കുണ്ട്, ഒരുപാട് അനുഗ്രഹങ്ങൾ. ഖുർആൻ പറഞ്ഞതുപോലെ എണ്ണി തീർക്കാൻ ശ്രമിച്ചാൽ തീർക്കാൻ കഴിയാത്തത്ര അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇതോരോന്നിനും നന്ദി ചെയ്യുന്നതോടൊപ്പം ആ അനുഗ്രഹങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് സമർപ്പിക്കാൻ കൂടി നമ്മൾ തയ്യാറാകണം. അങ്ങനെ സമർപ്പിക്കുന്നവന്റെ പേരാണ് മുസ്ലിം. അവനാണ് മുസ്ലിം. ആ മുസ്ലിമിന് ഉള്ള അനുഷ്ഠാനങ്ങളും ആരാധനകളുമാണ് ഇസ്ലാമിൽ നമ്മളൊക്കെ ഇന്ന് അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നത്.
അടിസ്ഥാനപരമായി മുസ്ലിങ്ങളായതിനു ശേഷമാണോ, സമ്പൂർണമായും ഇസ്ലാമിലേക്ക് വന്നതിനു ശേഷമാണോ നമ്മൾ ഇതൊക്കെ അനുഷ്ഠിക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കണം. ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഓർമ്മപ്പെടുത്തലല്ല, ഇതെനിക്ക് കൂടി വേണ്ടിയുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഇതെല്ലാം എല്ലാത്തിനും പരിപൂർണത പ്രാപിച്ചതിന് ശേഷമല്ല ഞാൻ നിങ്ങളോട് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. ഇതൊരു കൂട്ടായ ചർച്ചയാണ്. ഈ പറയുന്നത് എനിക്കും ഉപകാരപ്പെടണം, കേൾക്കുന്നത് നിങ്ങൾക്കും ഉപകാരപ്പെടണം. ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ പ്രവാചകന്റെ മരണശേഷം, വഫാത്തിന് ശേഷം കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോ പുതിയ വിശ്വാസികൾ ഒരുപാട് പേർ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇസ്ലാമിന്റെ മുൻകഴിഞ്ഞ സ്വഹാബികൾ സഹിച്ച ത്യാഗവും ചരിത്രവും ഒന്നും ഓർമ്മയില്ലാത്ത, ഒന്നും പഠിച്ചിട്ടില്ലാത്ത, ഒന്നും അറിഞ്ഞിട്ടില്ലാത്ത പുതിയ വിശ്വാസികൾ പലരും കടന്നു വന്നു. ഒരിക്കൽ അവരിൽ ചില ആളുകൾ വരുമ്പോ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു മദീന പള്ളിയിലെ ഒരു ചുമരിൽ ഇങ്ങനെ ചാരിയിരിക്കുകയാണ്. ഏത് മദീന പള്ളി? പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്ല് ചുമന്ന് നിർമ്മിച്ച, പ്രവാചകന്റെ വിയർപ്പിറ്റു വീണ് മതിൽക്കെട്ടുകളായി രൂപാന്തരം പ്രാപിച്ച അല്ലെങ്കിൽ നിർമ്മിച്ചെടുത്ത ആ മദീന പള്ളിയുടെ ചുവര്, പ്രവാചകന്റെ വിയർപ്പിന്റെ കണങ്ങൾ ആ ചുവരിലുണ്ട്. അതിലേക്ക് ചേർന്നിരിക്കുകയാണ് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് അദ്ദേഹം ഭൂതകാലം അയവിറക്കുകയാണ്. അദ്ദേഹം മുന്നിലിരിക്കുന്ന ചെറുപ്പക്കാരോട് പറയുന്നു, ഇന്നത്തെ പോലെ സൗകര്യങ്ങളില്ലാത്തൊരു ഇസ്ലാം ഉണ്ടായിരുന്നു. ഇന്ന് വിശ്വാസികൾക്ക് സൗകര്യങ്ങളുണ്ട്, ഒരുപാട് സുഖങ്ങളുണ്ട്, അവർ സുരക്ഷിതരാണ്. അവരുടെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ ഖലീഫമാരുണ്ട്, അവർക്ക് സമ്പത്തുണ്ട്, സൗകര്യങ്ങളുണ്ട്. ഇതൊന്നുമില്ലാതെ ദുരിതങ്ങളും യാതനകളും പ്രയാസപ്പെടുത്തലുകളും ക്ഷമിച്ച് സഹിച്ച് ദുരിതത്തിന്റെ നെല്ലിപ്പടി കണ്ട ദിനങ്ങൾ വിശ്വാസികൾക്കുണ്ടായിരുന്നു. എന്നിട്ട് ഓരോ അനുഭവങ്ങൾ പറയാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞൊരു അനുഭവം, അതിലൊന്ന് അവിടെ പറഞ്ഞത് അമ്മാർ റളിയല്ലാഹു അൻഹു മുസ്ലിമായ ഒരു ചരിത്രം കൂടി പറഞ്ഞു. അമ്മാർ റളിയല്ലാഹു അൻഹു മുസ്ലിമായി. ആരായിരുന്നു അമ്മാർ? അമ്മാറും യാസിറും നമുക്കറിയാം ഇസ്ലാമിന്റെ ചരിത്രത്തിൽ വേദനിപ്പിക്കുന്ന അധ്യായങ്ങളാണ്. കറുത്തവനാണ് അമ്മാർ. കറുത്ത അടിമ കുടുംബത്തിൽ പിറന്നവനാണ്. മക്കയിലെ ഖുറൈശികളായ ഇസ്ലാമിന്റെ എതിർപക്ഷത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന പ്രമാണിമാരുടെ വീട്ടിലാണ് ഇവരുടെ രക്ഷകർത്തൃത്വം. അവരാണ് ഈ അടിമ കുടുംബത്തിന്റെ രക്ഷിതാക്കൾ. റബ്ബ്, അങ്ങനെയാണ് അവർ പറഞ്ഞിരുന്നത്. അർബാബുമാർ അവരാണ്. സുമയ്യയുടെ മകനാണ്. സുമയ്യ അടിമ സ്ത്രീയാണ്. അമ്മാറിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞാണ് അമ്മാർ അറിഞ്ഞത് മുഹമ്മദ് എന്ന ഒരു പ്രവാചകനെ കുറിച്ച്. അടിമത്തത്തിന്റെ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ടിരുന്ന അമ്മാറിന് പ്രവാചകന്റെ അധ്യാപനങ്ങൾ പലതും ആകർഷണീയമായി തോന്നി, വല്ലാത്തൊരു ആകർഷണീയത തോന്നി. അങ്ങനെ രഹസ്യമായി ഒരിക്കൽ ദാറുൽ അർക്കമിൽ പ്രവാചകന്റെ സവിധത്തിലേക്ക് അദ്ദേഹം എത്തി. പ്രവാചകനെ ആപാദചൂഡം വീക്ഷിച്ചു. പ്രവാചകന്റെ തിരുരൂപം കണ്ടപ്പോൾ തന്നെ അമ്മാറിന്റെ മനസ്സിൽ പ്രവാചകനോട് ഒരു ആകർഷണീയത ഉണ്ടായി. പ്രവാചകന്റെ വാക്കുകളൊന്നും മുറിഞ്ഞു പോകാതെ അമ്മാർ ഹൃദയത്തിലേക്ക് കൊത്തിവെച്ചുകൊണ്ടിരുന്നു. പിറ്റേന്നും അമ്മാർ അവിടെ എത്തി. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് സുമയ്യ അറിയുന്നത്, ആരൊക്കെയോ പറഞ്ഞറിഞ്ഞത്, മക്കയിലെ പ്രമാണിമാരുടെ, തങ്ങളുടെയൊക്കെ യജമാനന്മാരുടെ എതിർചേരിയിൽ പുതിയൊരു മതവുമായി നിലയുറപ്പിച്ചിട്ടുള്ള മുഹമ്മദിന്റെ അടുത്തേക്ക് ദിവസവും തന്റെ മകൻ പോകുന്നുണ്ട്. തന്റെ യജമാനന്മാർക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പ്രവൃത്തിയാണത്. ആ സ്നേഹനിധിയായ ഉമ്മ മകനെ അടുത്തേക്ക് വിളിച്ചു പറഞ്ഞു, മോനെ അമ്മാർ, നീ മുഹമ്മദിന്റെ അടുത്തേക്ക് പോകരുത്. നമ്മുടെ ഈ നാട്ടിലെ യജമാനന്മാർക്ക് അത് ഇഷ്ടമല്ല. അവർ എന്നെയും നിന്നെയും നിന്റെ ഉപ്പയെയും കൊത്തിക്കശാപ്പ് ചെയ്യും. നിനക്കറിയാമല്ലോ അവരുടെ ക്രൂരത. അതുകൊണ്ട് പുതിയ മതം നമുക്ക് വേണ്ട, നമുക്ക് നമ്മുടെ പഴയ മതം മതി. അമ്മാർ പറഞ്ഞത്, പ്രിയപ്പെട്ട ഉമ്മ, മുഹമ്മദ് പറയുന്നത് അള്ളാഹുവിന്റെ വാക്കുകളാണ്. ഇബ്രാഹിം നബിയുടെ റബ്ബ്, നമ്മുടെയൊക്കെ റബ്ബ്, ലാത്തയുടെയും ഉസ്സയുടെയും റബ്ബ്, ആ റബ്ബിന്റെ വാക്കുകളാണ് മുഹമ്മദ് പറയുന്നത്. അദ്ദേഹം കുടുംബ ബന്ധം ചേർക്കാനാണ് ഉമ്മ കൽപ്പിക്കുന്നത്. അദ്ദേഹം പറയുന്നത് മാന്യമായി ജീവിക്കണമെന്നാണ് ഉമ്മ. അദ്ദേഹം പറയുന്നത് മ്ലേച്ഛമായതിനെ ആരാധിക്കരുത് എന്നാണ് ഉമ്മ. മോശമായതിനെ വർജിക്കണമെന്നാണ് ഉമ്മ. നന്മയല്ലാതെ അദ്ദേഹം കൽപ്പിക്കുന്നില്ല. എനിക്ക് അദ്ദേഹത്തെ നിരസിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ആ ഉമ്മയെയും കുട്ടി പ്രവാചകന്റെ സന്നിധിയിലേക്ക് എത്തുകയാണ്. പ്രവാചകന്റെ തിരുനാവിൽ നിന്ന് വിശുദ്ധ ഖുർആനിന്റെ മനോഹരമായ വാചകങ്ങൾ കേട്ട് ഇസ്ലാമിലേക്ക് ആകൃഷ്ടയായ ഉമ്മയും മകനും അവിടെ വെച്ച് ഷഹാദത്ത് ചൊല്ലുകയാണ്. തങ്ങളുടെ അധീനതയിൽ കഴിയുന്ന ഈ അടിമ കുടുംബം
മുസ്ലിങ്ങളായ വാർത്ത കേട്ട് ക്രോധാകുലരായി കോപാകുലരായ ഖുറൈശി പട എല്ലാവിധ സന്നാഹങ്ങളോടും കൂടി ഇവരുടെ വീട്ടിലേക്ക് പാഞ്ഞെടുത്ത് തട്ടിത്തെറിപ്പിച്ച് ഉമ്മയെയും മകനെയും വലിച്ചിഴച്ചുകൊണ്ട് മരുഭൂമിയുടെ ചുട്ടുപഴുത്ത മണലാരണ്യത്തിൽ തിരിച്ചും മലർത്തിയും കിടത്തി ഉരുട്ടി അവസാനം ആ ഉമ്മയെ കുത്തിക്കൊല്ലുകയാണ്. പ്രിയമുള്ളവരെ, വധിച്ചു കളയുകയാണ്. ഈ സംഗതിയൊക്കെ, ഈ ദുരിതമൊക്കെ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് അയവിറക്കുകയാണ്. ഇത് കേട്ട ആ പുതിയ വിശ്വാസികൾ അവരോട് ഖബ്ബാബ് പറയുന്നു, ഈ അനുഗ്രഹങ്ങൾ, ഈ സുഖം, ഈ സൗകര്യം, ഈ സ്വസ്ഥത, ഈ സമാധാനം, ഇതൊക്കെ നിങ്ങൾക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹമാണ്, പ്ലസ് ആണ്. ഇതിന് നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. അതുകൊണ്ട് ഇത് നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് സമർപ്പിക്കണം. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ മരണപ്പെടുമ്പോ, മരണത്തിന്റെ സന്ദർഭത്തിൽ മരണത്തിന് വേദനയുണ്ട് എന്ന് പ്രവാചകൻ പറഞ്ഞെങ്കിൽ, മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിന് വേദനയുണ്ട് ആയിഷ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പ്രവാചകൻ പറഞ്ഞുവെങ്കിൽ, ആ മരണത്തിന്റെ വേദന ഞാനും നിങ്ങളും അനുഭവിച്ചേ മതിയാകൂ. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായി നമ്മൾ ഓർമ്മിക്കപ്പെടുമ്പോ കൈകാലുകൾ തടിച്ച് മൃഗങ്ങൾ ഉണ്ടാക്കുന്ന ശബ്ദം പോലെ ഉണ്ടാക്കി മരിച്ചു പോകുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടരുത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സന്തോഷമുണ്ടാകണം. ഓർത്തെടുക്കാൻ എനിക്കും നിങ്ങൾക്കും നമ്മൾ ചെയ്തൊരു വലിയ നന്മ എന്തുണ്ട്? എല്ലാവരും ചെയ്യുന്ന നന്മയാ നമ്മളും ചെയ്തിട്ടുള്ളൂ. നമ്മുടേത് മാത്രമായൊരു നന്മ എന്താ നമുക്ക് അവകാശപ്പെടാനുള്ളത്? അങ്ങനെ ഒന്നുണ്ടെങ്കിൽ, നമ്മുടേത് മാത്രമായ നന്മ, മറ്റാരും ചെയ്തിട്ടില്ലാത്ത ഒരു വലിയ സമർപ്പണം ഞാൻ എന്റെ റബ്ബിന്റെ മുന്നിലേക്ക് ചെയ്തു എന്ന ബോധ്യം എനിക്ക് നിങ്ങൾക്കുമുണ്ടെങ്കിൽ, അങ്ങനെ ആ മരണത്തിന്റെ ഘട്ടത്തിൽ പ്രിയമുള്ളവരെ സന്തോഷത്തോടുകൂടി ചിരിച്ചുകൊണ്ട് മരിക്കാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഹാബിയെ മരണസന്ദർഭത്തിൽ കാണാൻ പോവുകയാണ്. കാണാനായി ചെല്ലുമ്പോ ആ സ്വഹാബിയുടെ കണ്ണ് നിറഞ്ഞ് കണ്ണുനീർത്തുള്ളികൾ രണ്ട് ഭാഗത്തേക്കും താടിരോമങ്ങളിലൂടെ ചാലിട്ടൊഴുകുന്നു. പ്രവാചകൻ ചോദിക്കുന്നു, എന്തിനാ താങ്കൾ കരയുന്നത്? അപ്പോൾ സ്വഹാബി പറയുന്നു, പ്രവാചകരെ, എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പോരാക്കുറവുകൾ എന്നിൽ സംഭവിച്ചിട്ടുണ്ട്. ചെയ്യരുത് എന്ന് വിചാരിച്ച പല കാര്യങ്ങളും പലപ്പോഴും പൈശാചികമായ സമ്മർദ്ദം കൊണ്ട് ഞാൻ ചെയ്തു പോയി. ചെയ്യണമെന്ന് ആഗ്രഹിച്ച പലതും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. തെറ്റാണ് എന്നറിഞ്ഞുകൊണ്ട് മറ്റാരും അറിയാതെ ഞാൻ മാത്രം ചെയ്ത കുറെ തിന്മകളുണ്ട്. ഇതൊക്കെ എന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ആർത്തലച്ച് കടന്നു വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോഴും ഞാൻ ചെയ്ത എന്റേതായ ചില അമലുകളുണ്ട്, എന്റേതായ ചില അമലുകൾ, ചില സമർപ്പണങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്കൊരു സമാധാനം തോന്നുന്നുണ്ട് പ്രവാചകരെ, എനിക്കൊരു സ്വസ്ഥതയുണ്ട്. എന്റെ ഈ സമർപ്പണം അല്ലാഹു പരിഗണിക്കുക തന്നെ ചെയ്യുമെന്ന്. ഇത് പറഞ്ഞിട്ട് ആ മനുഷ്യൻ കണ്ണടയ്ക്കുകയാണ്, മരണപ്പെടുകയാണ്. പ്രവാചകൻ പുഞ്ചിരിച്ചു. ആ മനുഷ്യൻ സമാധാനത്തോടുകൂടി മരണപ്പെടുന്നുവെങ്കിൽ നമ്മുടെ മരണത്തിന്റെ അവസാന ഘട്ടത്തിൽ എന്താണോ നമ്മുടെ മനോഭാവം, അതായിരിക്കും നമ്മുടെ പരലോകത്തെ അവസ്ഥ എന്നാണ്. സ്വസ്ഥ സമ്പൂർണമായിട്ടാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ സ്വസ്ഥതയാണ് പരലോകത്ത് നമ്മെ കാത്തിരിക്കുന്നത് എന്നാണ്. അസ്വസ്ഥമായിക്കൊണ്ട് വല്ലാതെ പേടിച്ച് പരവശനായി വികൃതമായ രൂപത്തിലാണ് നമ്മൾ മരിക്കുന്നെങ്കിൽ നമ്മെ കാത്ത് പരലോകത്തിരിക്കുന്നത് ശിക്ഷയുടെ വൈകൃതങ്ങളായിരിക്കുമെന്നാണ്. പ്രിയമുള്ളവരെ, ഓർത്തെടുക്കാൻ നന്മകൾ ഉണ്ടാകണം. ആ നന്മകൾ ബാക്കിയാക്കാൻ വേണ്ടിയാണ് ഈ ദുനിയാവിന്റെ ജീവിതം അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്നത്. സ്വർഗത്തിൽ നിന്നാണ് നമ്മൾ മടങ്ങി വന്നത്. ആ സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോകണമെങ്കിൽ ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ജീവിതം, ഇത് അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് സമർപ്പിക്കണം. ഓർത്തുവെക്കാൻ കുറെ ഈടുവെപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആ ഈടുവെപ്പുകളാണ് നിങ്ങളുടെ ഈ ജീവിതത്തിന്റെ ബാക്കി പത്രം. ഒന്നും ബാക്കിയുണ്ടാവില്ല. എല്ലുകൾ നുരുമ്പിച്ചേരും, മാംസം അഴുകിപ്പോകും, രോമങ്ങളൊക്കെയും മണ്ണോട് മണ്ണ് ചേരും. പിന്നെ ബാക്കിയാകുന്നത് നമ്മുടെ ഈടുവെപ്പുകൾ, അമലിന്റെ ഈടുവെപ്പുകൾ മാത്രമാണ്. അത്തരത്തിൽ അമലിന്റെ ഈടുവെപ്പുകൾ നടത്തി അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് സമർപ്പിക്കുന്ന ശരിയായ മുസ്ലിങ്ങളും മുവഹിദുകളും മുഅ്മിനുകളുമാക്കി അല്ലാഹു നമ്മെ മാറ്റുമാറാകട്ടെ. അല്ലാഹുവേ, പിശാചിന്റെ വിളയാട്ടം നടക്കുന്ന ഈ ഭൂമിയിൽ നിന്റെ ആദർശം നെഞ്ചോട് ചേർത്ത് പിടിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വിശ്വാസി സമൂഹമാണ് തമ്പുരാനെ ഞങ്ങൾ. പിശാചിന്റെ കുൽസിതമായ അവന്റെ കുതന്ത്രങ്ങളിൽ നിന്ന് ഊരിച്ചാടി നിന്റെ മാർഗത്തിലേക്ക് അടിയുറച്ചു നിന്ന് വിശ്വാസികളായി ജീവിച്ച്
വിശ്വാസികളായി തന്നെ മരിക്കുന്നതിനുള്ള മഹത്തായ ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണം തമ്പുരാനെ. പറയുന്ന വാക്കും കേൾക്കുന്ന വാക്കും ജീവിതത്തിൽ ആത്മാർത്ഥമായി പുലർത്തുകയും പാലിക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണം തമ്പുരാനെ. ഹൃദയത്തിൽ കാപട്യം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കപടന്മാരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ തമ്പുരാനെ. അള്ളാഹുവെ, ഇത്തരത്തിലുള്ള ദീനിന്റെ സംരംഭങ്ങളിൽ കൂടുതൽ കൂടുതൽ ഇടപെടാനും അതിലൂടെ ഇഹലോകത്തും പരലോകത്തും നന്മ ലഭിക്കാനുമുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണം തമ്പുരാനെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന നിരവധി ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവരുടെ രോഗങ്ങൾ നീ മാറ്റി ശിഫയാക്കണം തമ്പുരാനെ. സാമ്പത്തികമായ കൊണ്ടുകൊടുക്കലുകൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, കടബാധ്യതകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ, അവരുടെയൊക്കെ കടവും സാമ്പത്തിക പരാധീനതകളും പരിഹരിച്ച് സ്വസ്ഥ സമ്പൂർണമായ ഒരു ജീവിതം അവർക്കും ഞങ്ങൾക്കും നൽകണമേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അനുഗ്രഹവും ബർക്കത്തും നൽകുകയും മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് അവരുടെ ഖബറിൽ നീ അവർക്ക് ഐശ്വര്യവും പാപമോചനവും നൽകണമേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.